അനുഗ്രഹിക്കപ്പെട്ട ഈ അഞ്ചാം ദിനം പകൽക്കാലം കർത്താവിൻ്റെ സ്ഥലം നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ സർവ്വകൃപാലുവാൻ ദൈവം ഒരുക്കിയ നല്ല സമയത്തിന് കർത്താവിന് നന്ദി അർപ്പിക്കുന്നു. We praise the Lord for this blessed, wonderful fifth day morning that the Lord has arranged for us and God has brought us together. We praise the Lord. കഴിഞ്ഞ 4 ദിവസവും ഈ അഞ്ചാം ദിനം പകൽക്കാലവും കർത്താവിൻ്റെ ദാസനും ബിനു ജോർജ് പാസ്റ്ററോട് കൂടെ നമുക്കിങ്ങനെ ആയിരിക്കാൻ സർവ്വശക്തനായ ദൈവം കൃപ നൽകിയല്ലോ. കർത്താവിന് നന്ദി അർപ്പിക്കുക. For the last 4 days and on this fifth morning the Lord has enabled us to be with the servant of God, Pastor Binu. We praise the Lord for that. കഴിഞ്ഞ രാത്രി ഓർപ്പിച്ചതുപോലെ ഇന്ന് വൈകിട്ട് മുതൽ ഡാനിനോഗിൽ നടക്കുന്ന ബിന്നിസി മാത്യു പാസ്റ്റർ ബിന്നിസിയുടെ ആ ചർച്ചിൽ മീറ്റിങ്ങിനുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ ദാസൻ അവിടേക്ക് ഇന്ന് ഉച്ച കഴിഞ്ഞ് കടന്നു പോവുകയാണ്. So this afternoon onwards Pastor will be traveling to the south to be with Pastor Binisi Matthew's church. ഈ ദിവസങ്ങളെ ശുശ്രൂഷ നിശ്ചയമായി നമുക്ക് അനുഗ്രഹമായിരുന്നു. കർത്താവിൻ്റെ ദാസനെ ദൈവം പിന്നെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. The ministry over these days were a great blessing for us. May the Lord continue to bless us. ദൈവം അനുവദിച്ചാൽ അടുത്ത വർഷം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ അദ്ദേഹം വീണ്ടും വിസയുള്ളത് കൊണ്ട് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴേ പറഞ്ഞിട്ടുണ്ട് ഒരു വീക്കെൻഡ് നമുക്ക് വേണ്ടി ബുക്ക്ഡ് ആയിരിക്കണം. ഫാസ്റ്റിംഗ് പ്രേയറിൻ്റെ മന്തിലുള്ളതായ ഫാസ്റ്റിംഗ് പ്രേയറിൽ നിശ്ചയമായി വീണ്ടും ലഭിക്കും എന്ന് ഞാൻ കരുതുന്നു. God willing, next year again the servant of God will come back to Australia and then we will have a weekend of fasting and prayer. ഈ മാസാവസാനം അല്ലെങ്കിൽ ഈ വർഷാവസാനത്തെ ഈ ഫാസ്റ്റിംഗ് പ്രേയർ എനിക്ക് അനുഗ്രഹമായിരുന്നു. ദൈവം എന്നോട് ഇടപെട്ടു എന്ന് ഉറപ്പുള്ളവർ കരങ്ങൾ ഉയർത്തി ഒന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാം. How many of us are sure that this was a blessing for me? Let's raise our hands and praise the Lord. ഇന്ന് പകൽ ഇതുവരെയും വലിയ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാൻ കർത്താവ് കൃപ നൽകി. We are experiencing a great presence of the Lord. തുടർന്നും ദൈവത്തിന്റെ ആത്മാവ് ദൈവവചനത്തിലൂടെ നമ്മോട് സംസാരിക്കുകയും നമ്മോട് ഇടപെടുകയും ചെയ്യട്ടെ. The Lord will continue to minister unto us through the word of God. പ്രാർത്ഥനയോടെ ദൈവസല്ലായിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസനെ തുടർന്നുള്ള ശുശ്രൂഷകൾക്കായി ക്ഷണിക്കുന്നു. Inviting pastor for the rest of the ministry. Hallelujah. Praise the Lord. Hallelujah. Amen. Praise the Lord. Hallelujah. അനുഗ്രഹിക്കപ്പെട്ട ഈ പകലിനെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. Praise the Lord for this blessed morning. വിശേഷാലി അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അഭിഷക്തൻ കുടുംബം പ്രത്യേകം വന്ദനം പറയുന്നു. Especially greetings to the anointed of the Lord who is leading this ministry. ഈ യോഗത്തിൽ തിരക്കുണ്ടായിട്ടും നിങ്ങളുടെ ജോലികളൊക്കെ മാറ്റിവെച്ച് ആത്മീയ സന്തോഷം അനുഭവിക്കാൻ കടന്നു വന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കും. Even though you are busy, you have come together to partake in a spiritual celebration. I give you greetings in the name of our Lord and Savior. ഈ കുടുംബത്തെ ഓർത്തും ഞാൻ കർത്താവിനെ സ്തോത്രം I ചെയ്യുന്നു. praise the Lord for this family. ഈ ദിവസങ്ങൾ നിങ്ങളോട് ഒരുമിച്ചായിരുന്നത് എനിക്കും വളരെ സന്തോഷമായിരുന്നു. It was a joy to be with you together. ഓരോ കുടുംബങ്ങളും വളരെ ആദരവോടെ സ്വീകരിക്കുവാനായിട്ടിടയായി. All the families, you have received me so much respectfully. നിങ്ങളൊക്കെ നല്ല മനോഹരമായ ഭക്ഷണം എനിക്ക് ഉണ്ടാക്കി തന്നു. You gave me wonderful food. നന്മകൾ എനിക്ക് നൽകി തന്നു. You granted me gifts. എല്ലാത്തിനും പ്രത്യേക നന്ദി. Thank you for all the blessings. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. May the Lord abundantly bless you. പ്രത്യേകിച്ച് ഡോക്ടർ സന്തോഷിൻ്റെ പ്രസംഗം ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. Praise the Lord for the translation. സാധാരണ ട്രാൻസ്ലേഷൻ വരുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ നല്ല കംഫർട്ടായിരുന്നു. Translation was comfortable by the grace of God. എല്ലാത്തിനായിട്ട് കർത്താവിനെ praise the Lord. Hallelujah. സാധാരണ ഞാൻ പോകുന്നിടത്ത് എന്നെ അങ്ങനെ പരിചയപ്പെടുത്താറില്ല. Usually I don't introduce myself. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ഞാൻ അടൂരിനടുത്ത് പറക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്നത്. I'm serving the Lord in a place called Parakod, which is near to Adur. അവിടെ ഒരു പൈനിയർ വർക്കാണ് ആരംഭിക്കാനായിട്ടിടയായത്. It is a pioneering work the Lord enabled me to start. ഒരു 16 ഫാമിലീസ് അവിടെ ആരാധനയ്ക്കായി. Now there are around 16 families coming together to worship the Lord. അവിടെ ആലയത്തിന് വേണ്ടി വളരെ മനോഹരമായിട്ട് 43 സെന്റ് സ്ഥലം വാങ്ങിക്കാനിടയായി. The Lord enabled us to buy 43 cents land to build a place. ചർച്ചിന്റെ സാങ്ഷന് വേണ്ടി കടന്നു ചെന്നപ്പോൾ ഒരു മുസ്ലിം സഹോദരനെ സ്റ്റേ ചെയ്യിപ്പിച്ചു. And when we asked for a sanction for a church, a Muslim brother put a stay on it. പത്തനംതിട്ട കളക്ടറേറ്റിൽ നിന്ന് പേപ്പർ ലഭിക്കാനായിട്ടിടയായി. ഇനി ഒരിക്കലും ഇവിടെ ഇത് പണിയാൻ പറ്റത്തില്ല. So we got a paper from the collectorate that you cannot build a church at all.
പ്രാർത്ഥന ആരംഭിക്കാൻ തുടങ്ങി. We began praying. കേരള ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെട്ടു. We went to the High Court. 2.5 വർഷത്തെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അതേ കളക്ട്രേറ്റിൽ നിന്ന് പണിയാമെന്നും പറഞ്ഞ് ഓർഡർ കിട്ടി. After 2.5 years of prayer from that very collectorate, we got an order that we can build a church in that place. പ്രാർത്ഥനയ്ക്ക് ഭയങ്കര പവറാണ്. There is a great power in prayer. അവിടെ ആലയത്തിന്റെ പണി ആരംഭിച്ചു. So we began the work of the church. ഒരു പോർഷന്റെ വാർപ്പ് കഴിഞ്ഞു. A certain portion is already concrete laid. ഇനി അടുത്ത മെയിൻ വാർപ്പ് നടക്കാൻ പോവുകയാണ്. Now another section is going to be concreted. നിങ്ങളുടെ ആരോടും ഞാൻ പൈസ ചോദിക്കുകയല്ല. I'm not asking anyone for money. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ നിങ്ങൾ ഈ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി. Whenever you remember in prayer you remember this matter. ഞാനൊരു യോഗത്തിൽ പോയാലും ഭൗതിക ആവശ്യം പറയത്തില്ല. I do not share any of my physical needs in any meetings. കാരണം ഞാൻ ചെയ്യുന്ന ശുശ്രൂഷയുടെ വില എനിക്കറിയാവുന്നതുകൊണ്ട്. Because I know the value of the ministry that I do. Praise the Lord. നിങ്ങളുടെ പ്രാർത്ഥന വിശേഷാൽ ചോദിക്കുന്നു. All that I need specially is your prayer. തിങ്കളാഴ്ച വൈകിട്ട് വരെ 2 ചർച്ചിന്റെ മീറ്റിംഗ് ആണ് ഇനി. I'll have 2 meetings till Monday evening. ചൊവ്വാഴ്ച രാവിലെ ഞാൻ ന്യൂസിലൻഡിന് കടന്നു പോകും. Tuesday morning traveling to New Zealand. വീണ്ടും ശനിയാഴ്ച വൈകിട്ട് അഡലേഡിലെത്തും. Then coming back to Adelaide on Saturday. ഞായറാഴ്ച 2 സഭകളിൽ അവിടെ ശുശ്രൂഷിക്കും. Then 2 churches on Sunday in Adelaide. അടുത്ത ചൊവ്വാഴ്ച നാട്ടിലേക്ക് മടങ്ങിപ്പോകും. Again Tuesday going back to India. നാട്ടിൽ കടന്നു ചെന്നാലും പല കൺവെൻഷനുകളാണ് ഇനി മുമ്പിലുള്ളത്. So there are many conventions to preach in Kerala. നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുകയാണ്. Seeking your valuable prayers. ഞാൻ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇങ്ങനെ ഇടാറുണ്ട്. I normally send a message in the WhatsApp. അപ്പോൾ ആ മെസ്സേജ് വേണ്ടിയവരൊക്കെ നമ്പർ തന്നാൽ മതി, നിങ്ങൾക്ക് ഞാനത് ആഡ് ചെയ്ത് അയച്ചു തരാം. All that you need that short message from the pastor, please give your WhatsApp number. Pastor will send it. Praise the Lord. എല്ലാവരും സന്തോഷത്തോടായിരിക്കുന്നല്ലോ. Let everybody be in the presence of the ഇത് Lord. പരിശുദ്ധാത്മാവിന്റെ യുഗമാണെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? How many of us believe that this is the age of the Holy Spirit? ഇത് പരിശുദ്ധാത്മാവിന്റെ യുഗമാണ്. This is the time of the Holy Spirit. അന്ത്യകാലത്തിൽ ഉണർവ് നടക്കുമെന്ന്. We will have a revival in the last days. പ്രവാചകന്മാർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. The Lord revealed it to the prophets. Praise the Lord. യെഹെസ്കേൽ അതൊരു ദർശനമായിട്ടാണ് കാണുന്നത്. Ezekiel saw that as a vision. അവൻ യെഹെസ്കേൽ ആത്മാ നിറവിലായിരിക്കുമ്പോൾ While Ezekiel was filled in the spirit, അദ്ദേഹം ഒരു ദർശനം കാണുകയാണ്. he saw a vision. ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്നും ഒരു നദി പൊട്ടിപ്പുറപ്പെട്ടൊഴുകുക. He saw that from the doorstep of the temple a river was flowing, began as a stream. താനത് അളക്കുമ്പോൾ, When he started measuring it, നിങ്ങൾ പറഞ്ഞാട്ട് 1000 മുഴം അളന്നപ്പം വെള്ളം, when he measured 1000 cubits, what happened? നരിയാണിയുളമായിട്ട് It ഉയർന്നു. was up to the വീണ്ടും 1000 മുഴം അളന്നപ്പം വെള്ളം another 1000 feet. മുട്ടോളമായിട്ട് It ഉയർന്നു. was up to the knee. വീണ്ടും 1000 മുഴം അളന്നപ്പം വെള്ളം Another 1000 feet. ആരയോളമായിട്ട് ഉയർന്നു. It had വീണ്ടും 1000 come മുഴം up to അളന്നപ്പം the waist level. നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത Beyond ആത്മാവിന്റെ another നദിയായിട്ട് 1000, മാറി. it became കണ്ടോ? so deep that you cannot cross. നാല് Without- അനുഭവങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. Have you seen that 4 experiences there? നരിയാണിയോളം, Up to the ankle level, മുട്ടോളം, up to the knee level, അരയോളം, up to the waist level, നീന്തിയിട്ടല്ലാതെ. then so deep that you cannot cross without swimming. ദൈവദിനം ഞങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഇത് 4 കാലഘട്ടവുമായിട്ട് ബന്ധപ്പെടുത്തും. These are 4 dispensations. നരിയാണിയോളമായ കാലഘട്ടം എന്ന് പറയുന്നത് The one at the ankle level is ആദാം മുതൽ നോഹ വരെയുള്ള കാലഘട്ടമാണ്. from Adam till Noah. അവൻ രണ്ടാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് Then from second മുട്ടോളമായ ഒരു കാലഘട്ടം. then up to the knee level. ഇത് നോഹ മുതൽ മോശ വരെയുള്ള കാലഘട്ടമാണ്. It is from Noah till Moses. മൂന്നാമത്തെ കാലഘട്ടം അരയോളമായിട്ടുള്ള കാലഘട്ടം. Up to the waist level. മോശ മുതൽ പെന്തക്കോസ്ത് വരെയുള്ള കാലഘട്ടം. From Moses till Pentecost. നാലാമത്തെ അളവാണ് നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത ആത്മനിറവ്. The 4th level is where we cannot cross without swimming. ഇത് പഠിപ്പിക്കുന്ന പെന്തക്കോസ്ത് മുതൽ കർത്താവിന്റെ വരവ് വരെയുള്ള കാലഘട്ടം. From Pentecost till the coming of the Lord Jesus Christ. ഇന്ന് രാത്രിയിൽ ഇന്ന് പകൽക്കാലം നമ്മൾ കടന്നു വന്നിരിക്കുന്നത് When we come to the Lord's presence, നാലാമത്തെ കാലഘട്ടത്തിലാണ്. we are in the 4th dispensation. പെന്തക്കോസ്തിന്റെ ശക്തി കാച്ചി കുറുക്കി എണ്ണയ്ക്കകത്ത് ഒതുക്കാൻ പറ്റത്തില്ല. You cannot really contain the power of Pentecost within a little bit of oil. ആരെങ്കിലും കൈ കുലുക്കുമ്പോൾ ഇറങ്ങുന്നതല്ല പെന്തക്കോസ്ത്. This is not just Pentecost that comes when somebody shakes hands. കാത്തിരിക്കുന്നവരുടെ മേൽ ആ സാന്നിധ്യം ഇറങ്ങിയ His presence comes down over those who wait for him. ആ
അവരിയ്ക്കുന്ന സ്ഥലം കുലുങ്ങുകയാണ്. The place where they are, it shakes. അവർ മാത്രമല്ല കുലുങ്ങുന്ന അവിടെ വിഷയങ്ങളെ ചലിപ്പിക്കുകയാണ്. Not only they shake, although the issues that face them are shaken. ഈ പെന്തക്കോസ്തിന്റെ ശക്തി മുടന്തനെ എഴുന്നേൽപ്പിക്കുന്ന ശക്തിയാണ്. This is the power that makes the lame man walk. ഇന്ന് പകൽക്കാലം ഇവിടെ ആവശ്യമുള്ള ദൈവമക്കൾ സ്തോത്രം പറഞ്ഞോണം. Those who need, you say praise the Lord. അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം ഈ അവസാനത്തെ സെക്ഷനിൽ പരിശുദ്ധാത്മാവ് കൈമാറാൻ The പോകുകയാണ്. Holy Spirit is giving an extraordinary presence of God in this last session. ആമേൻ. കരമുയർത്തി സ്തോത്രം. Hallelujah. ഒരു പ്രായമുള്ള ദൈവദാസൻ ഇത് വ്യാഖ്യാനിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു. One elderly pastor, when he preached, he said like this. നരിയാണിയോളം വെള്ളമായ നടന്ന് സഭായോഗത്തിന് വരും. If it was ankle level, we could have walked over for the prayer meeting. നിങ്ങൾക്ക് എല്ലാം ലൈസൻസ് കൊണ്ട് കാറും ഉണ്ട്. അപ്പം നടന്നു വരിക എന്ന് വെച്ചാൽ വീട്ടിൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കത്തില്ല. എങ്ങനെയാണെങ്കിലും ഇനി യോഗത്തിന് വരും. So it means you have license, car, everything. Ankle level means somehow you will come to the meeting. കണ്ടോ, ചിലർക്ക് കൂടെ വേണമെങ്കിൽ വരായിരുന്നു, അവരെ ഒന്ന് മാറ്റി വെച്ചതുകൊണ്ട്. പക്ഷെ നിങ്ങൾ ഇനി വന്നത് വെള്ളം നരിയാണിയോളം ആ ലെവലിൽ നിൽക്കുന്നുണ്ടാ. Some more came, other people postponed. You came because it is up to the ankle level. ഇത് പറഞ്ഞിട്ട് എന്താ ഒരു സന്തോഷമില്ലതേ. നരിയാണിയോളം വെള്ളം ഉയർന്ന സഭായോഗത്തിന് വരും. When you come up to the ankle level, you come to the meeting. മുട്ടോളമായിട്ട് വെള്ളം ഉയർന്നാൽ, If it is up to the knee level, ജീവിതത്തിൽ പ്രശ്നമുണ്ടായാൽ അവർ മുഴങ്കാലിയിരിക്കും. so if there is a problem, you will kneel down. രേഖ വിരോധമായിട്ട് എഴുതട്ടെ. Let the writing be against you. ആമേൻ സ്തോത്രം. ആമേൻ. മാളികമുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിട്ടിട്ട് He will still open the doors of windows of his home and ഒരു turn to മനുഷ്യൻ his soul. മുഴങ്കാലി പോരാടുക. He is fighting on his knees. രാജാവിന്റെ ഉറക്കം ദൈവം എടുത്തു മാറ്റി. And the Lord took away the sleep of the king. ഇന്ന് രാവിലെ സമയം സ്തോത്രം ചെയ്തോണം. മുഴങ്കാലി ഇരിക്കുന്നവൻ അത്ഭുതം കാണും. Oh, the one who is on his knees, he will see a mighty miracle. നടക്കത്തിലെന്ന് ശത്രു വാദിക്കുന്ന ഏത് വിഷയമാണെങ്കിലും, Whatever issue the devil says that it will not happen, മുഴങ്കാലി ഇരിക്കുന്നവൻ ദൈവപ്രവൃത്തി കാണാൻ പോവുക. the one who is on the knees is going to see the work of God. ചേർന്ന് കർത്താവിന് സ്തോത്രം പറയാം. Come, let us praise the Lord. വെള്ളം അരയോളമായിട്ട് ഉയർന്നാൽ, When the water comes up to the waist level, അര കെട്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടി എഴുന്നേക്കും. you will tie your belt and come up for ministry. എന്ന് വെച്ചാൽ That means കൂട്ടു സഹോദരന്റെ വിഷയം എന്റെ വിഷയമാണ്. That means my brother's issue is mine issue. ഇതാ ഒന്നാം നൂറ്റാണ്ടിലെ സഭ അപ്ലൈ ചെയ്തേ. And that is what the first century church applied. പത്രോസ് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ Peter was shut inside the prison. പത്രോസിന്റെ വിഷയം സഭയുടെ വിഷയമാണ്. Peter's problem was the church problem. ഇന്ന് പകൽക്കാലം ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കാം. This is what I want to remind the servants of God കഴിഞ്ഞ here. ദിവസങ്ങളിൽ ഞാൻ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചു. I have paid attention to all your prayers. ഓരോ വിഷയങ്ങൾ പറഞ്ഞു അവർ പ്രാർത്ഥിക്കുക. You were mentioning every issue and praying for it. ഇവിടെ വന്നിരിക്കുന്നവർക്ക് കൂട്ടുവിശ്വാസിയുടെ വിഷയം അറിയാം. അതാ ഏറ്റവും വലിയ വിഷയം. Oh, that's a great thing that you know all the matters that concerns your fellow believers. പല കൂട്ടായ്മകളിലും കൈയടിച്ച് ആരാധിച്ച് പോകുന്നത് മാത്രമേ ഉള്ളൂ. Many places I've seen people just clap hands and go away. അടുത്തിരിക്കുന്ന ആരാന്ന് പോലും അറിയത്തില്ല. They even don't know who is sitting next to them. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് കൂട്ടു സഹോദരന്റെ വിഷയം അറിയാം. But the people of God here, you know what your brother and sister is going through. അവരുടെ വിഷയം എന്റെ വിഷയമായിട്ട് ഏറ്റെടുക്കുക. You take up their problem as your problem. ആമേൻ. വെള്ളം നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നാൽ, When the water is deep that you cannot cross us without swimming, അവരുടെ കാഴ്ചപ്പാട് 4 ഭിത്തിക്കകത്ത് ഒതുങ്ങി നിൽക്കത്തില്ല. that means their vision will not be contained within the 4 walls. Praise the Lord. അവരാണ് വെളിയിലോട്ട് ഇറങ്ങുന്നത്. They are the ones who will step out. ട്രാക്റ്റുമായിട്ട് ജനത്തെ സമീപിക്കുന്നത്. They will go out with tracts. പട്ടണങ്ങളിലേക്ക് കയറി ചെല്ലുന്നത്. They will go into the city. ആമേൻ. അവിടെ മേൽ അധികാരത്തിന്റെ കൈമാറ്റം. There is an authority imparted upon them. അത് ഇന്ന് പകൽ ഓരോരുത്തരുടെ മേൽ വ്യാപരിക്കട്ടെ. And that is going to work on everyone today. ഒരു സുവിശേഷത്തിന്റെ ആത്മവിശ്വാസത്തിൽ ജനത്തിന് മേൽ കൈമാറട്ടെ. Oh, the Lord is going to give an impartation for gospel to everyone today. ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പായി, Even before this year ends, നിങ്ങൾ സാധാരണപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മാറാനല്ല, you are not going to be an ordinary person. നിങ്ങളുടെ മേൽ സുവിശേഷത്തിന് ആത്മാവതയും കൈമാറുക. The Lord is going to give you the spirit of reaching the ഓരോ കുടുംബം അടുത്ത ദിവസങ്ങളിൽ ഓരോ വ്യക്തികളെ
ഒരാളെ ഇവിടെ കൊണ്ടുവരികയാണ്. Oh, every family is going to bring a new person. സഭയുടെ തലം മാറാൻ The പോകുകയാണ്. Lord is going to change the situation of the church. ആൾപ്പരിപ്പം ഹേതുവായിട്ട് അവിടെ മുഴക്കമുണ്ടായെന്ന്. There will be a great noise because the numbers have increased. തകർക്കുന്നവൻ അവർക്ക് മുമ്പായി പോകുകയാണ്. One who is the destroyer who goes അവർ ahead of us. തകർത്ത് ഗോപുരങ്ങളിൽ കൂടെ കയറുകയാണ്. He will destroy the forts and he'll walk through that. ഇന്ന് പകൽ ദൈവാത്മാവ് ഒരു ദൂത് അവിടെ പറയാം. There is what the Lord ഈ says. ഉപവാസ പ്രാർത്ഥനയുടെ 5ാമത്തെ പകൽക്കാലം This fifth morning of this fasting നിങ്ങളുടെ prayer, വിഷയങ്ങളുടെ മേൽ നമ്മുടെ കർത്താവ് നാട കൊണ്ട് കഴിഞ്ഞു. the Lord has already walked over your problems. ഇന്ന് പകൽ നിന്റെ ജോലിയാണ് It is your work. ചിലതിനെ തകർക്കുവാൻ. You need to break something. അതിന് ആത്മശക്തി വേണം. You need the power from ഇന്ന് on പകൽ high. ഇവിടെ സ്റ്റോർ ചെയ്തോണം. You need to store it up. ഇന്ന് പകൽ വെറുതെ വീട്ടിലോട്ട് പോകരുത്. Do not go empty-handed. നീ ഒരു ആത്മ നിറവിൽ പോകണം. You need to go in the filling of ചില the Spirit. കോട്ടകളെ ഇടിക്കുന്ന ദൈവ സാന്നിധ്യം, You need the presence to break certain അന്ധകാര ശക്തികളെ വെല്ലുവിളിക്കുന്ന സാന്നിധ്യം. to challenge the forces of darkness. Urabaga shandala bari karabadi kamanagasya. Ibaraga tulaga maga shandala bari kamanagasi. Irabara tulaga bari kamanagalaga shandala bari kamanagasya. Ibarabala bari kamanaga shandala bari kamanagasi. Hallelujah. പത്തനംതിട്ടയുമായി ബന്ധപ്പെട്ട് എത്ര പേരുണ്ട്? പത്തനംതിട്ടയുമായി How many from Pathanamthitta? പല്ലുണ്ട്. Praise the Lord. അവിടെ ഒരു പാപ്പിയപ്പച്ചനുണ്ടായിരുന്നു. There was a Papi Apachan in Pathanamthitta. ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. I've only heard about him. ഈ അപ്പച്ചൻ്റെ ജോലി എന്ന് പറയുന്നത് ഓമല്ലൂർ ചന്ത എന്ന് പറഞ്ഞ് പ്രസിദ്ധമായ ഒരു ചന്തയുണ്ട്. There is a very famous market called Omalur Market in Pathanamthitta. അവിടുത്തെ ഒരു ബിസിനസ്സുകാരനാണ്. He was a businessman there. ഈ കുരുമുളകും ഇഞ്ചിയൊക്കെ ഇങ്ങനെ റീറ്റെയിലായിട്ട് തൂക്കി വാങ്ങിച്ചിട്ട് ഹോൾസെയിൽ വിൽക്കുന്ന ജോലി. So he used to buy on wholesale and sell it retail the ginger and the black pepper. രാവിലെ 4:30 മണിയാകുമ്പോൾ അപ്പച്ചൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. Early morning 4:30 he will come out of home. 2 സഞ്ചി അപ്പച്ചൻ്റെ കയ്യിൽ So കാണും. he will have 2 bags. ഒരു സഞ്ചിക്ക് ബിസിനസ്സിന് വേണ്ട കാര്യങ്ങളൊക്കെ അപ്പച്ചൻ ഇങ്ങനെ കരുതും. So in one bag he will have all that he needs for his business. രണ്ടാമത്തെ സഞ്ചിക്കകത്ത് ഒരു സ്തോത്രം മെഗാഫോൺ കരുതും. There will be a megaphone in his second bag. പ്രൈസ് ദി ലോർഡ്. എന്തിനാ ഈ മെഗാഫോണ്? Why he carries the megaphone? ഹാൻഡ് മൈക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? മെഗാഫോൺ എന്തിനു വേണ്ടിയാണ്? You know, the hand mic and a megaphone. Why you require that? പണ്ടത്തെ കാലത്ത് പരസ്യം നടത്താൻ വേണ്ടിയാണ്. In the olden days, they used to use that to do public meetings. ഈ അപ്പച്ചൻ്റെ ഒരു സ്തോത്രം എന്ന് പറഞ്ഞാൽ 100 കിലോ വെയിറ്റാ. Each and every praise is 100 kg weight. അപ്പോൾ ഒരു സ്തോത്രത്തിന് എത്ര വെയിറ്റ് ഉണ്ട്? 100 kg weight for each praise. നമ്മളെല്ലാം കൂടെ പറഞ്ഞാൽ അപ്പച്ചൻ്റെ പഞ്ചായത്ത് വരുമെന്ന് തോന്നില്ല. We all will not come close to him. അപ്പച്ചനൊക്കെ ഒരു സ്തോത്രം പറഞ്ഞാൽ അറിയാനുണ്ട്. Amen. നമ്മൾ വരുന്നതും അറിയത്തില്ല, പോകുന്നതും അറിയത്തില്ല. We come and go, nobody knows. പ്രൈസ് ദി ലോർഡ്. Hallelujah. അപ്പച്ചൻ്റെ ജോലി രാവിലെ ഒരു 5:30 തൊട്ടൊരു 8 മണിയാകുമ്പോഴത്തേക്ക് അവസാനിക്കും. So from 5:30 to 8, all his work will be finished. അപ്പം അന്നത്തെ കാലത്ത് ഈ ഓമല്ലൂർ ചന്തയിലെ ആളുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. ഇപ്പോഴത്തെ പോലെ അവിടെ ഇവിടെങ്കിലും മാർക്കറ്റ് ഇല്ല, ഒരു മെയിൻ മാർക്കറ്റാണ് അത്. So it was a very big market and a lot of people will gather there in that market. 8 മണിയാകുമ്പോൾ അപ്പച്ചൻ ഈ മെഗാഫോൺ കയ്യിലോട്ടിടും. At 8 o'clock in the morning, he will lift that megaphone. അപ്പം ചന്ത നിറച്ച ആളുകൾ ഇങ്ങനെ തിങ്ങി നിൽക്കുക. When the whole market is full of people. ഓമല്ലൂർ മാർക്കറ്റ് അറിയാവുന്ന ആരുണ്ട്? How many of you have seen Omalur market? ഓക്കെ. ആളുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. And there a lot of people are there gathered. അപ്പച്ചൻ്റെ ഒരു സ്തോത്രത്തിന് എന്തോ പവർ ഉണ്ടെന്ന് പറഞ്ഞു. That one 100 kilo weight. 100 kilogram weight. അപ്പോൾ ഈ ആള് കണ്ടു കഴിഞ്ഞാൽ അപ്പച്ചൻ്റെ ശബ്ദം അറിയാതെ അങ്ങ് ഉയരും. And as soon as he see people, his voice will unknowingly go up. അപ്പച്ചൻ ശക്തമായിട്ട് നിന്ന് യേശുവിനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. And he will stand there and preach about Jesus. അപ്പോൾ ഈ ഓമല്ലൂർ ചന്ത കഴിഞ്ഞിട്ട് ഓമല്ലൂർ കുരിശ്, അത് കഴിഞ്ഞിട്ട് ഓമല്ലൂർ അമ്പലമാണ്. Then there will be Omalur. After Omalur market is Omalur cross and then Omalur temple. അപ്പോൾ ഒരു ചന്തയിലെ അപ്പച്ചൻ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ അമ്പലത്തിൽ ഒരു പ്രധാനപ്പെട്ട ഹോമം നടക്കുക. So there was a very big sacrifice going on in the
temple there when Apachan was preaching in the നാല് market. ഭാഗത്തുനിന്ന് ആനയൊക്കെ എഴുന്നള്ളിച്ച് അവിടെ ദൈവങ്ങളെയൊക്കെ തോളി വെച്ചുകൊണ്ട് അവരിങ്ങനെ ഘോഷയാത്രയായിട്ട് വരും. Then they were coming in a procession with the elephants and their goats. They were carrying on and coming as a procession to the temple. അപ്പോൾ ഒരു ഭാഗത്തെ ആളുകൾ ഇങ്ങനെ ഘോഷയാത്രയായിട്ട് വരുമ്പോൾ And as they were coming in a procession, അപ്പച്ചന്റെ പ്രസംഗം ഓമല്ലൂർ ചന്ത നടക്കുക. and Apachan was preaching in Omelur market. അപ്പോൾ അപ്പച്ചന്റെ പ്രസംഗം കണ്ടപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ ചെണ്ടയടിയും കൂട്ടി. They did not like him preaching, so they started beating their drums loudly. അപ്പച്ചൻ വിടുന്നില്ല. അപ്പച്ചൻ ശബ്ദവും കൂട്ടി. And he raised his voice. പ്രൈസിലോ ഒരു ഭാഗത്ത് ചെണ്ടയടിച്ച ആൾ വരിക, So they were ശബ്ദം ഉയർത്തി പ്രസംഗം ആരംഭിച്ചു. They're beating the drums on one side, on the other side he was preaching loudly. ഒരു 20 മീറ്റർ അപ്പുറത്ത് വന്നപ്പോഴത്തേക്ക് ആന അവിടെ അങ്ങ് നിന്നു. And after coming 20 meters close to the Apachan, the elephant stood. ഈ പാപ്പനാവുന്ന നോക്ക് ആനയെ മുമ്പോട്ട് പോകാം, പക്ഷെ ആനയ്ക്ക് പോകാൻ പറ്റുന്നില്ല, അവിടെ അങ്ങ് നിൽക്കുക. The Mahot tried all his best to make this elephant move, but elephant will not move. നിങ്ങൾ എന്തൊരു ഫീലിംഗ് ഇല്ലായിരിക്കുന്ന ആന നിന്നെന്ന്. The elephant stood there, stood still. ആട്ടുകുട്ടി എടുത്തോണ്ട് പോകുന്നാൽ ആനയല്ലേ എടുത്തോണ്ട് പോകും. Can you carry the elephant like a small goat? അപ്പൊ ചെണ്ടയടിക്കാരൻ ചെണ്ടയടി നിർത്തി. Then the drummer also stopped. എല്ലാവരും ഇവിടെ ഇങ്ങനെ സ്റ്റിൽ ആയിട്ട് നിൽക്കുക. And everyone stood still. അപ്പോൾ ഒരാൾ ഓടി അമ്പലത്തിൽ ചെന്നു. And then somebody ran to the temple. പ്രധാനപ്പെട്ട പൂജാരിയോട് കാര്യം പറഞ്ഞു. He went and told the matter to the pujari there. അദ്ദേഹം പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ പറഞ്ഞു, And then when he kept his problem, നമ്മുടെ ശക്തിയേക്കാൾ വലിയ ശക്തിയുള്ള ഒരാൾ അവിടെ നിൽപ്പുണ്ട്. there is a one man there who has a greater power than our power. അതുകൊണ്ട് നമ്മുടെ ശക്തിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. Because of that our power cannot come closer. കൈയടിച്ച് ആരാധിക്കുന്ന ദൈവമതിലെ വല്ലതും മനസ്സിലായോ? Oh dear child of God, you worship the Lord. Do you ഇന്ന് understand പകൽ this? നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി, There is the power of God that moves ചില in you. ഇരുട്ടിന്റെ ശക്തിയെ ബ്രേക്ക് ചെയ്യാനുള്ള, Oh, this is the power of God. ചില that can break രോഗാത്മാവിനെ every other power. ബ്രേക്ക് ചെയ്യാനുള്ളതാ. This power can break every അന്ധകാര disease. ശക്തിയെ ബ്രേക്ക് ചെയ്യാനുള്ളതാ. Every force of യേശുവിന്റെ darkness will be broken by നാമത്തിൽ. the power of Jesus. This is the power of Jesus. Hallelujah, hallelujah. Victory in the name of Jesus. Victory in the name of Jesus. സമയം വേഗം ഓടിപ്പോന്നല്ലോ. Time is running fast. ഞാനൊന്ന് തുടങ്ങി വരുമ്പോഴത്തേക്ക് ഇവിടെ ആശീർവാദം പറയാൻ സമയം. Oh, it's time to നമ്മൾ വായിച്ച കുറിവാക്യങ്ങളിലേക്ക് വരാം. let's come back to our key verse. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 30-31 വാക്യങ്ങൾ. Acts chapter 4, 30 and 31. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ആമേൻ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ. കണ്ണുകാടശേ ഒരു നിമിഷം കൂടെ സ്തോത്രം പറഞ്ഞാട്ടെ. Hallelujah. Let's say praise the തവേ Lord. ഞങ്ങളോട് Hallelujah. സംസാരിക്കണേ എന്ന് പറഞ്ഞാട്ടെ. Lord, speak to us. വായി തുറന്ന് പറഞ്ഞാട്ടെ. Open our mouth and say ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. that. Raise our voice and say that. എല്ലാവരും പറഞ്ഞാട്ടെ. Let everyone say that. ഈ പകൽ എന്നെ തൊടണമേ എന്ന് പറഞ്ഞാട്ടെ. Lord, touch me this morning. എനിക്ക് ഈ ശക്തി പോരെ കർത്താവേ. Lord, this power is not എനിക്ക് ഈ enough. അഭിഷേകം പോരെ കർത്താവേ. Lord, this anointing is not എനിക്ക് ഈ enough. നിറവ് പോരെ കർത്താവേ. Lord, this filling is not enough. അടുത്ത ലെവലിലേക്ക് എന്നെ Lord, കൊണ്ടുപോകണേന്ന്. take me to the next level. എന്റെ കുടുംബത്തിൽ ചില വിടുതൽ നടക്കണം. Lord, we need a deliverance in our family. തലമുറയിൽ ചില വിടുതൽ നടക്കണം. Lord, we need a deliverance in the സഭയിൽ church. ചില വിടുതലുകൾ നടക്കണം. Inside the church, we need a deliverance. ദേശത്ത് ദൈവപ്രവൃത്തി നടക്കണം. Lord, in this land, there should be the work of എല്ലാവരും God ചേർന്ന് happening. ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. Let us pray in the Spirit. അസാധാരണമായ ദൈവശക്തി Oh, we are experiencing ഇന്ന് പകലിവിടെ വ്യാപരിക്കട്ടെ. the presence of God. ഇരുട്ടിന്റെ Let us ശക്തികൾ shout the അഴിയട്ടെ. presence of God. പോരുകൾ അഴിയട്ടെ. Oh, let bondages be ദുഷ്ട broken. വ്യാപാര ശക്തികൾ തകരട്ടെ. All the evil forces യേശുവിന്റെ be നാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. overcome. ഓ In the name of Jesus. ജീസസ്. Jesus, work among us. Oh, Rabagas Shabdalabara. Lord, we worship you. Hallelujah. പിതാവേ ഞങ്ങളുടെ സാന്നിധ്യത്തിന് നന്ദി Lord, പറയുന്നു. thank you for your presence. ഈ അഞ്ചാമത്തെ പകലും Lord, this fifth morning also. ഞങ്ങളെ കൊണ്ടുവന്നതിനായി സ്തോത്രം. Thank you for bringing us in here. ദൈവപ്രവൃത്തി നടക്കുന്നതിനായി നന്ദി. Lord, thank you for your work among കടന്നു വന്ന us. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. Lord, bless everyone. കർത്താവിന്റെ വിലപ്പെട്ട ദാസനെ കുടുംബമായിട്ട് ബ്ലസ് ചെയ്ത് Lord, പ്രാർത്ഥിക്കുന്നു. bless thy servant and his family. ഈ കുടുംബത്തിൽ ഒരു വിടുതൽ നടക്കട്ടെ Lord, കർത്താവേ. let there be a deliverance in this കുഞ്ഞുങ്ങളുടെ family. മേലൊരു വിടുതൽ Lord, let നടക്കട്ടെ there be a കർത്താവേ. deliverance on the ഞങ്ങൾ children. ഐക്യമത്യത്തോടെ പ്രാർത്ഥിക്കുക. Lord, we pray in one accord. വൻകാര്യം ചെയ്യാൻ Lord, പോകുന്നതിനായി you're going to do a great thing. ആത്മമണ്ഡലത്തിൽ ഇന്ന് പകൽ ചില ചലനങ്ങൾ നടക്കട്ടെ. Lord, let there be movements in the spiritual realm. കർത്തുദാസൻ ഓർപ്പിച്ചതുപോലെ Lord, as the servant of the Lord reminded, ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങിയതിനായി let സ്തോത്രം. the angels have come down. We praise the കീശോൻ Lord. തോട്ടിൽ Lord,
തള്ളി അങ്ങ് അവരെ ഒഴുക്കിക്കളഞ്ഞു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്ന പ്രകാരം ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങട്ടെ. Angel come down. Oh Rabaga Shandalabagasi. Lord, സാന്നിധ്യത്തിന് നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ. in Jesus name we pray. Amen. Hallelujah. ഹല്ലേലൂയ. നമ്മുടെ ഈ പ്രാവശ്യത്തെ മീറ്റിംഗിൻ്റെ ഒരു അവസാനത്തെ സെക്ഷൻ ആയതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് ഒത്തിരി സമയം എടുക്കത്തില്ല, 5 മിനിറ്റ്. സ്ഥലം കുലുങ്ങാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? What is the reason for the shaking of the place? ഐക്യത, യൂണിറ്റി. നമ്പർ 1. നമ്പർ 2, Knowledge about ദൈവം ആരാന്നുള്ള Knowledge വെളിപ്പാട്. about who is നമ്പർ 3, God. Confessing the promises of God. ഈ സെക്ഷൻ ഇത് 9ാമത്തെ സെക്ഷനാ. ഇത് മാത്രമാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. Amen. അപ്പം ദൈവം ആരാന്നൊരു വെളിപ്പാട് കിട്ടിയോ? You got a revelation who is God? Oh, sovereign Lord. ദൈവം ആരാന്നൊരു വെളിപ്പാട് വല്ലതും കിട്ടിയോ? Did we get a revelation who is God? അതോ ഇനി ഒരു കൊച്ചു പ്രശ്നം വരുമ്പോഴേ When we get a small problem, ആദിലെ വരയ്ക്കുന്ന പോലെ വരച്ച് നിൽക്കും, അതോ എനിക്കൊരു കർത്താവ് ഉണ്ടെന്ന് പറയുമോ? do we tremble or we say that we have the Lord? ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് ഓർപ്പിച്ചല്ലോ. I told you last time. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് കർത്താവേ എനിക്കൊരു പ്രശ്നം ഉണ്ടെന്ന് പറയുന്നതിനേക്കാൾ Better than saying that Lord I have a problem, നിന്റെ പ്രശ്നത്തെ നോക്കി പറ എനിക്കൊരു കർത്താവുണ്ട്. tell your problem that I have a Lord. അവിടുന്ന് വില്ലൊടിച്ച് കുന്ത മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്ന ദൈവമാണ്. He will break the bow, he will break the spear, he will put the chariots on fire. ഇന്ന് പകൽക്കാലം നിനക്കെതിരെ വെല്ലുവിളികളുമായി ചില സൈന്യം മുമ്പോട്ട് വരുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കളോട് ആത്മാവ് ദൂത് പറയുക. ചില വില്ലൊടിച്ചുകൊണ്ടിരിക്കുക, കുന്തം മുറിച്ചുകൊണ്ടിരിക്കുക. നിനക്കെതിരെ വരുന്ന ചില അവൻ യുദ്ധായുധങ്ങളെ ദൈവം ഓടിച്ചു കളയുക, അത് തീയിലിട്ട് ചുട്ടുകളയുക. When the enemy comes against you in a battle, Hallelujah. the bow is being broken, the spear is being broken, Hallelujah. the chariots are being burned down. The Lord is fighting a battle for you. Hallelujah. 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 Rabaga Shandala Bakadikaba. Zibara Balabadi Kabaraga Shandala Badi Kabaragas. ഹല്ലേലൂയ. Hallelujah. ആത്മസ്നാനത്തെ പറ്റി നമ്മൾ ചിന്തിച്ചു. We mentioned about presence of the Spirit. ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് Baptism ഞാനത് of the Spirit. പറയുന്നില്ല, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട്. Hallelujah. Baptism of the Spirit. സ്നാപകൻ യേശുക്രിസ്തു, Baptist is Jesus Christ. സ്നാനവസ്തു പരിശുദ്ധാത്മാവ്. The material of baptism is the Holy Spirit. എനിക്ക് വേണ്ടിയുള്ള ആത്മീയ അനുഭവമാണെന്ന് മനസ്സിലാക്കി You need to experience that this is യേശുവിന്റെ Christ അടുക്കൽ Jesus. വരുമ്പോൾ And you come to the Lord. സ്നാപകനാകുന്ന യേശുക്രിസ്തു ആ വ്യക്തിയെ പരിശുദ്ധാത്മാവിൽ മുക്കിയെടുക്കുന്നതിന്, ആജ്ഞയെടുക്കുന്നതിന്, നിമജ്ഞനം ചെയ്യുന്നതിനാണ് ആത്മസ്നാനം എന്ന് പറയുന്നത്. Jesus Christ the Baptist will immerse the person into the Holy Spirit, and that's the baptism by the Spirit. ആത്മസ്നാനത്തിന്റെ പ്രത്യക്ഷമായ അടയാളം അന്യഭാഷ ഭാഷണമാണ്. The obvious evidence of baptism by the Spirit is that speaking in tongues. അതിന്റെ ഓരോ വശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചു. We have gone through various aspects of it. കഴിഞ്ഞ രാത്രി നമ്മൾ ആത്മനിറവിലേക്ക് കയറി. Yesterday we came into the filling of the Spirit. ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് പകൽ നിറവിലേക്ക് കയറാൻ പോവാ. Those who have been baptized by the Spirit, you're going to come into the filling of the Spirit. ഈ യോഗത്തിന്റെ ആരംഭ സമയം മുതൽ ആ സാന്നിധ്യം ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. From the beginning of this meeting we can experience that presence here. രണ്ട് അന്യഭാഷ പറഞ്ഞ് വെറുതെ ഇരിക്കാനല്ല, We are not here to be just speaking some tongues and sitting ഇന്ന് quietly. പകലൊരു നിറവിലേക്ക് കയറാൻ പോവാ. We are going to enter into a filling. സ്തോത്രം പറയുന്ന ആത്മാവിന്റെ നിറവിലാകണം. We need to speak the praise to the Lord in the filling of the കൈ Spirit. അടിക്കുന്ന ആത്മാവിന്റെ We നിറവിലായിരിക്കണം. must clap hands in the filling of the പാട്ട് Spirit. പാടുന്നത് ആത്മാവിന്റെ നിറവിലായിരിക്കണം. We must sing in the filling of the Spirit. പ്രാർത്ഥിക്കുന്നത് ആത്മാവിന്റെ നിറവിലായിരിക്കണം. We need to pray in the filling of the Spirit. ആമേൻ. ആരാധിക്കുന്ന ആത്മാവിന്റെ നിറവിലായിരിക്കണം. We need to worship in the fullness of the Spirit. നിറവുള്ള ചിലർ ഇന്ന് പകൽ ഇതിനകത്ത് എഴുന്നേറ്റാൽ, Oh, if people with the fullness of the Spirit rise up here, നിനക്കെതിരെ ചന്ദ്രഹാസം മുഴക്കി നിൽക്കുന്ന ചില വിഷയങ്ങൾ അടിയറ പറയാൻ പോകുകയാണ്. there may be issues that are roaring against you, but they are going to be defeated. അപ്പോൾ ഇനി നിന്റെ കുടുംബത്തിൽ വാഴത്തില്ലെന്ന് That opposition will not stand in your നിന്നെ family. കരയിപ്പിച്ച ആ വിഷയമുണ്ടല്ലോ, That issue that may put you to ഇനിയും tears, നിന്റെ കൂടാരത്തിൽ വാഴത്തില്ലെന്ന് it will not dwell in your tent anymore. യേശുവിന്റെ നാമത്തില് In the name of Jesus, അസാന്നിധ്യം. what is impossible become possible. Udabaga Shandarabari. Hallelujah, hallelujah, hallelujah. കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചു,
I reminded you last night. ആത്മസ്നാനം പുതിയ നിയമസഭയ്ക്ക് വേണ്ടി മാത്രമുള്ള ആത്മീയ അനുഗ്രഹമാണ്. Baptism of the Spirit is a special blessing for the New Testament church. പക്ഷേ നിറവ് പഴയ നിയമത്തിലുമുണ്ട് പുതിയ നിയമത്തിലുമുണ്ട്. But the filling was there in the Old Testament as well as the New Testament. സമയം അനുസരിച്ച് ഞാനത് വ്യാഖ്യാനിക്കാം. If I have time, we will explain it. പഴയ നിയമത്തിലെ ആത്മനിറവിന്റെ ഒരു ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. Let us go into one of the experiences of filling of Spirit. എല്ലാവരും ബൈബിൾ തുറന്നാട്ട് Let everybody open your Bibles. പുറപ്പാട് പുസ്തകം 31 അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒരാൾ പരസ്യമായിട്ട് വായിക്കും. Exodus chapter 31 1 to 4 verses. യഹോവ പിന്നെ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ഇതാ ഞാൻ യഹൂദ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അവൻ കൗശലപ്പണികളെ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്ന് വെള്ളി താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടി പതിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധമായ പണിത്തരം ഉണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. ആമേൻ. കുഞ്ഞുങ്ങളെ ആ വാക്യം കണ്ടോ? Have you all paid attention to Exodus that verse? chapter Exodus chapter 31 verses 1 to 4. ഓക്കേ, നോട്ട് ചെയ്തോ? ഗ്രേസ് നോട്ട് ചെയ്തോ? ഓക്കേ, ആമേൻ. സ്തോത്രം. കണ്ടോ, ഇവിടെ സമാപന കൂടാരത്തിന്റെ പണിക്ക് വേണ്ടി So prepare for the work of the tent of meeting, 2 പേരെ ദിവ്യാത്മാവിനാൽ അഭിഷേകം ചെയ്യാം. the Lord has anointed 2 people with the Holy Spirit. ഈ ഭൂമിയിലെ ഒരു ചെറിയ കെട്ടിടമല്ല പണിയാൻ പോകുന്നത്. They're not going to make a small building of this home. ദൈവത്തിന്റെ നിവാസമാണ് പണിയാൻ പോകുന്നത്. They're going to build the dwelling place of the Lord. അതിന് അസാധാരണമായ ജ്ഞാനം വേണം. You need an extraordinary knowledge. ദൈവത്തിന്റെ ഷെഖേന ഇറങ്ങി വരേണ്ടുന്ന ഇടമാത്. God's Shekinah has to come down there. അതിനുവേണ്ടി ദൈവം മോശയ്ക്ക് പ്ലാൻ കൊടുക്കാൻ മുകളിലോട്ട് വിളിക്കുമ്പോൾ God called him up to the mountain to give him the plan to Praise the Lord. Moses. ഇതിന്റെ സ്ട്രക്ചർ വരച്ചെടുക്കാൻ വേണ്ടി 2 പേരെ അനോയിന്റ് ചെയ്യുക. God has anointed 2 people to draw the structure of this. ഒന്ന് ബെസലേല്, One is Bezalel. 2 ഒഹോലിയാബ്. Secondly is Oholiab. ഇവരെ തെരഞ്ഞെടുക്കാൻ ഒരു കാരണം കൂടെ ഞാൻ പറയാം. There is a reason why they were chosen. ചില ദൂത ഭാഗത്ത് There തൊടേണ്ടതായിട്ടുണ്ട്. is some message there. Praise the Lord. പണ്ട് മോശയ്ക്ക് അമാലേക്കുമായിട്ടൊരു യുദ്ധം ഉണ്ടായി. There was a battle with Amalek. മോശ യുദ്ധത്തെ 2 ഫേസിലാണ് കണ്ടത്. In 2 phases Moses saw that battle. ഒന്ന് വാളുകൊണ്ടുള്ള രക്തരൂക്ഷിതമായ പോരാട്ടം പാളയത്തിൽ. So there was a battle with the sword and bloodshed in the camp. അതിന്റെ ചുമതല യോശുവയെ ഏൽപ്പിച്ചിട്ട് Joshua was entrusted with that responsibility. രണ്ടാമത്തെ യുദ്ധത്തിന്റെ ഫേസ് ആണ് And the second phase was രക്തരഹിതമായ ആത്മമണ്ഡലത്തിന്റെ പോരാട്ടം. a bloodless fight at the spiritual realms. സ്തോത്രം. അഹരോനെയും ഹൂരിനെയും കൂടെ വിളിച്ചുകൊണ്ട് Aaron and Ur was called to come and support him. മോശ പർവ്വതത്തിലേക്ക് കയറി. He went up to the hill. Praise the Lord. Hallelujah. അവിടുത്തെ ചിന്ത എന്ന് പറയുന്നത്, the thought there is that മോശ കരമുയർത്തി നിൽക്കുന്നിടത്തോളം ഇസ്രായേലിന് ജയമാണ്. as long as Moses' hands are lifted up, Israel won. ഈ കരം പ്രാർത്ഥനയുടെ കരമാണ്. This hand is the hand of prayer. ഈ കരം ഉപവാസത്തിന്റെ കരമാണ്. This hand is the hand of fasting. ഈ കരം അഭിഷേകത്തിന്റെ കരമാണ്. This hand is the hand of anointing. ഇന്ന് പകൽ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരോടും ദൈവം പറയുന്നു, The Holy Spirit tells everyone here, നിന്റെ കൂടാരത്തിൽ പ്രാർത്ഥനയുടെ ഉപവാസത്തിന്റെ ആരാധനയുടെ കരം ഉയർന്നു നിൽക്കുന്നിടത്തോളം as long as there is fasting and prayer in your tent, ജയം ദൈവപൈതലിനാണ്. the Lord will give you victory. എത്ര ശത്രു വെല്ലുവിളിച്ചാലും, Howsoever the enemy may അവൻ threaten എത്ര you, കരുത്തുണ്ടായാലും, or howsoever strong he may come against ആയുധശേഷി ഉണ്ടായാലും, you, even though he has weapons, സൈന്യമുണ്ടായാലും, even though he has an army, ആത്മാവ് തൊട്ട് ദൂത് പറയുന്നു, the Holy Spirit touches and says, ജയം ദൈവസഭയ്ക്ക്. the victory belongs to the ഈ church. പ്രാർത്ഥനയിൽ Hallelujah. അഭിഷേകത്തിൽ പ്രാർത്ഥനയുടെ കരം ഉയർന്നു നിൽക്കാൻ The prayer, when your hand of prayer is raised up, Jesus, 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 Jesus. മോശ കരം ഉയർത്തി നിൽക്കുന്നിടത്തോളം ആർക്കാ ജയം? As long as Moses' hands is lifted up, who is victorious? ഇസ്രായേലിന് ജയം. Israel was victorious. അപ്പം എപ്പം വരെ കരം ഉയർത്തിയിരിക്കണം? How long Moses has to lift up his hand? യുദ്ധം
till there is a complete victory. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന ഈ കരം ഉയർത്തിയിരിക്കുന്ന ഈസി ആണെന്ന് പറഞ്ഞാണോ? So you think it is easy to raise the hand up and stand? ആരാധനയ്ക്ക് പ്രൈസ് ആൻഡ് വർഷിപ്പിന്റെ സമയത്ത് കൈ ഉയർത്തി സ്തുതിക്കാൻ പറഞ്ഞാൽ 1 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കൈയെല്ലാം താഴും. Or even during praise and worship, when we are told to raise our hands, within 1 minute we are fatigued. ഇത് അമാലേക്ക് തോക്കുന്നത് വരെ, ഇസ്രായേൽ ജയിക്കുന്നവരെ കരം ഉയർത്തി. Till Israel wins and Amalek loses, he has to lift his hand up. അപ്പൊ ഈ കരം ഉയർത്തി നിൽക്കുന്ന അത്ര ഈസി ആണെന്ന് തോന്നുകയാണെങ്കിൽ വീട്ടിൽ പോയി 2 മണിക്കൂർ കൈ ഉയർത്തി ഉച്ച കഴിഞ്ഞിട്ട് നിൽക്കണം. After the meeting, please raise your hands for 2 hours and stand and see whether it's easy. കൈക്ക് വേദനയാന്ന് പറഞ്ഞ് വൈകിട്ട് വരാതിരിക്കരുത്. Don't. അപ്പം കൈ ഉയർത്തി നിൽക്കുന്ന അത്ര ഈസി അല്ല. It is not easy to raise the hands and stand. മോശ കരം ഇങ്ങനെ ഉയർത്തി നിൽക്കുക. And Moses' hand was lifted up like that. Praise the Lord. Hallelujah. യുദ്ധം താഴ്വരയിൽ നടക്കുക. And the battle was going on in the valley. കുറെ കഴിഞ്ഞപ്പോൾ മോശയുടെ കരത്തിന് ഭാരം തോന്നി. After a while, this hand became heavy. സ്തോത്രം. മോശയുടെ കരത്തിന് ഭാരം തോന്നി. Moses' hand became heavy. ആ കരം താണതാണ് വരിക. And it was coming down. എന്നത്തെ ഒരു ദൂതി ഞാൻ പറയാം. I want to give you one word there. എത്ര ശക്തനാണെങ്കിലും, Howsoever powerful a person is, എത്ര ഭക്തനാണെങ്കിലും, howsoever saint a person is, ജീവിതത്തിന്റെ ചില വിഷയങ്ങളുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ തളർന്നു പോയെന്ന് വരും. while they fight with certain issues in life, they may become tired and fatigued. ഏലിയാവ് മോശക്കാരനൊന്നുമല്ല. Moses was not an ordinary person. ആമേൻ. കർമ്മേലിന്റെ കൊടുമുകളിൽ 850 പ്രവാചകന്മാരെ വെട്ടി വീഴ്ത്തിയവനാ. Elijah was not an ordinary person. He had killed 850 prophets of Baal in Carmel. ബാലിന്റെ ശക്തിയെ ഒതുക്കിയവനാ. The power of Baal he had suppressed. കർമ്മേലിൽ ദൈവത്തിന്റെ തീ ഇറക്കിയവനാ. He had brought down fire from heaven in Carmel. എത്ര ശക്തൻ. He was so powerful. ഇത് ഇസബേൽ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഒരു ഇമെയിൽ അയച്ചു. As Isabel came to know about it, and she sent an email. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇപ്പം മനസ്സിലാകത്തുള്ളൂ. പിള്ളേർ ആക്റ്റീവ് ആണെങ്കിൽ ഇങ്ങനെയൊക്കെ You പറയാം. have to speak like this to let the kids understand. അവനെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ And he opened the mail and saw ത്രെട്ടനിങ് മെസ്സേജാ. it was a threatening നാളെ message. ഈ നേരത്ത് By tomorrow evening this time, എന്റെ പ്രവാചകന്മാരിൽ ഒരുത്തനെ പോലെ just like my prophets, നിന്നെയാക്കും. I'm going to make you. ഏലിയ പേടിച്ചു പോയി. Elijah was really 850 morbidly വെട്ടി afraid. വീഴ്ത്തി ഏലിയ പേടിച്ചു പോയെന്ന്. Elijah, who had killed 850 prophets, he became afraid. ബേർശേബ മരുഭൂമി. He ran to the wilderness of Beersheba. ചൂരച്ചെടിയുടെ കീഴെ കയറി കിടക്കുക. He was sleeping under a juniper tree. ഞാൻ ഈ പറഞ്ഞ മനസ്സിൽ കണ്ടു നോക്കുക. You need to see this in തീ imagination. ഇറക്കിയ മനുഷ്യനാണ് ചൂരച്ചെടി. He's a man who brought down fire. He's now hiding himself under a juniper tree. ചുരുണ്ട് കയറി കിടക്കുക. He has cuddled himself and sleeping there. എന്നിട്ട് പ്രാർത്ഥിക്കുന്ന വാചകം നിങ്ങൾ കേട്ടോ. And what he is praying, can you see? മതി യഹോവേ എന്റെ പ്രാണനെ നീ. Enough, God, enough, take my life. ആ പ്രാർത്ഥന കേൾക്കാൻ ഞാൻ ഒരു സ്തോത്രം പറഞ്ഞു. Thank you, Lord, that you did not hear that prayer. അപ്പൊ ഇപ്പം നമ്മൾ എന്തിനാ സ്തോത്രം പറഞ്ഞേ? Why did we say praise the Lord? The prayer was not heard. ചിലരൊക്കെ പ്രാർത്ഥന കേട്ടാൽ നീ എന്നേ അങ്ങ് കുഴിക്കടി പോയേനെ. When you hear some people's prayer, they would have gone long ago under the earth. Praise the Lord. Amen. നീ ഏലിയാവ് അങ്ങ് മരിച്ചെന്ന് വിചാരിച്ചു. If suppose Elijah had died, അടുത്ത ദിവസം ഇസബേലിന്റെ പട്ടാളക്കാർ വഴി പോവുക. and Isabel's soldiers would have walked through that place. ദാണ്ട് ചൂരച്ചെടിയുടെ കീഴിലെ പുഴു അരിച്ച് ദാണ്ടൊരു മനുഷ്യൻ കിടന്നു. Under the juniper tree, somebody is being eaten by worms there. കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങി നോക്കിയപ്പോൾ ദാണ്ട് സാക്ഷാൽ ഏലിയാവാ കിടക്കുന്നത്. Coming down from the horseback, they see it's really Elijah there. മെസ്സേജ് അപ്പം തന്നെ ഇവിടെ പോകും. Immediately the message will be conveyed to Jezebel. കൊട്ടാരത്തിൽ ചെല്ലും. It will reach Jezebel. ഇസബേൽ അതറിയും. Isabel will come to know. അവൾ എന്താ പറയും? What will she say? എന്നോട് കളിച്ചാ ഇതുപോലെ ഇരിക്കും. If you play with me, this is what will happen. ഞാൻ ഇന്നുപോലെ ദൂത് പറയാം. I want to tell you something. ഈ പുസ്തകം നീ പരമാർത്ഥമായിട്ട് എടുത്ത് If you truly sincerely take this book, ഉയർത്തുന്ന ദൈവവേദനയെ, if you raise this book, ശത്രുവിന്റെ വെല്ലുവിളിയുടെ മുമ്പിൽ നിന്റെ തല കുനിയത്തില്ല. your head will not bow down before the threat of the evil ആത്മാവ് ഇന്ന് പകൽ enemy. ശക്തമായ ദൂത് പറയുന്നേ. The Holy Spirit gives this powerful അവൻ message. തല കുനിപ്പിക്കാൻ നോക്കും. Even though she made him bend down, പക്ഷേ നിന്നെ തൊടാൻ പറ്റത്തില്ലെന്ന് ആത്മാവ് ദൂത് but the പറയുന്നേ. Holy Spirit says that you cannot be touched. Hallelujah. Victory in the name of Jesus. Jesus, 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 Jesus. ഹല്ലേലൂയ. Hallelujah. ചേർന്ന് ദൈവത്തിന് സ്തോത്രം പറയാം. Praise the Lord. അപ്പൊ ഏത്
ശക്തനാണെങ്കിലും howsoever mighty a man is, വ്യക്തിപരമായ വിഷയത്തിൽ ഏറ്റുമുട്ടുമ്പോൾ തളർന്നെന്ന് വന്നേക്കാം. he may become weak when they are facing personal problems. സ്തോത്രം. പക്ഷേ ആത്മാവ് ഇന്ന് പകൽ ദൂത് But പറയുന്നു, the Holy Spirit says this morning, ഈ യുദ്ധത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. you are not alone in this battle. ഒരു ആഹരോൻ കൂടുണ്ട്, There is an Aaron with you. ഒരു ഹൂര് കൂടുണ്ട്. There is an Ur with you. ആമേൻ, Amen. ആമേൻ. Amen. ഇന്ന് പകൽ ഇതിനകത്ത് ആരാധിക്കുന്ന ദൈവത്തിലെ Oh, dear child of God is നിന്റെ worshiping ജീവിതത്തിൽ here. പ്രശ്നം വന്നു കഴിഞ്ഞാൽ When you see problem in your life, നിന്റെ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ ചിലരെ ഈ പട്ടണത്തിൽ ദൈവം തന്നിട്ടുണ്ട്. the Lord has given some people to raise your matter and pray for you. അതാ സഭ. That is your church. ഓ, അനുഭവിക്കുന്ന ദൈവമക്കൾ സ്തോത്രം Oh, പറഞ്ഞാൽ praise the Lord. Those who experience it, praise യേശുവിന്റെ the Lord. നാമത്തില് In the name of Jesus. ചില കുടുംബങ്ങൾക്കെതിരായിട്ട്, When against the ചില family, വ്യക്തികൾക്കെതിരായിട്ട് when against individuals, തച്ചുടച്ച് കളയുവാൻ, when they're going to break the ഇല്ലായ്മ structure, ചെയ്യുവാൻ to finish them all, ശത്രു പോർ വിളിക്കുമ്പോൾ when the enemy threatens, ഇന്ന് പകൽ ഏറ്റെടുക്കുന്ന ദൈവമക്കൾ oh, the people of God ശക്തമായി united, ആരാധിക്കട്ടെ. you stand up and fight ഓ today. ശബരബസേ. In the name of Jesus. Jesus, 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 Jesus. Oh Lord, forgive us. Udabaga Shandarabarika Nagasya. Amen. Amen. ഒരു ദൈവമൈതൽ ജഡത്തിൽ പോരാടിയാൽ അവൻ ജയിക്കത്തില്ല. If a child of God fights a battle in flesh, he will not win. ഇന്ന് പകൽ ആത്മമണ്ഡലത്തിൽ കയറാമെങ്കിൽ ജയം But ദൈവമൈതല്ല. if you enter into spiritual realm, the victory belongs to you. കാരണം ജഡീകൻ ഉപയോഗിക്കുന്ന ഭാഷ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. Because the lingo that the fleshly people use, we can't use it. ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. I've seen some people, ചെറിയൊരു വിഷയം വരുമ്പോഴേ even when there is a small issue, നാടിളക്കി അവർ സംസാരിക്കുന്നു. they will talk, they will speak very loudly all around. അപ്പൊ ഈ സമയത്ത് ആത്മീയനകം ഉണ്ടായിരിക്കും. And then the spiritual man will keep quiet. അവർക്ക് ഇച്ചിരി കൂടെ പവറും കൂടും. And then their power increases. അവർ വിചാരിച്ചിരിക്കുന്നത് എന്താ? And what they think is, എന്റെ ശബ്ദം ഉയർന്നപ്പോഴത്തേക്ക് ഇവൻ മിണ്ടാതാക്കി. when my voice rose, this fellow has become silent. പക്ഷെ അതല്ല വിഷയം. But that was not the issue. അവൻ ആത്മീയൻ ഇവന്റെ കൂടെ പ്രതികരിച്ചാൽ, But if the spiritual man responds to this guy, അവന് പോകാൻ ഒന്നുമില്ല. he has nothing to lose. പക്ഷെ നമുക്ക് പോകാനുണ്ട്. ചിലത് We lose a lot of things. കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന അഭിഷേകമാ ചോരുന്നത്. Oh, we have an anointing that we have received. ആമേൻ, ആമേൻ, ആമേൻ. ദിവസങ്ങൾ കുടലുണങ്ങി പ്രാർത്ഥിച്ച ഒരു ആത്മമണ്ഡലമായി ഇവന് നഷ്ടപ്പെടാനുള്ളത്. All that what we gain through fasting and prayer, we don't want to lose it. Jesus, നീ മിണ്ടാതിരുന്നത് അപമാനമല്ലെന്ന്. when you remain quiet, it was not an insult. You need not be ashamed about it. No. ചേർന്ന് കർത്താവിന്റെ സ്തോത്രം. Hallelujah. അതിനെപ്പറ്റി ഒരു ദിവസം ഒരു ഉദാഹരണം പറയാം. I want to give you an example regarding this. ഒരു കാൽവണ്ടിക്കാരനെ വണ്ടി അടിച്ച് ഇങ്ങനെ പോയപ്പോൾ When a bullock cart person was driving his bullock cart, ഇടുങ്ങിയൊരു പാലമാണ്. so it was a very narrow bridge. ഒരേ സമയത്ത് ഒരു വണ്ടിക്ക് അതിലേ കൂടെ പോകാൻ പറ്റും. Only one vehicle could pass through that. ഇത് കാൽവണ്ടിയുടെ സ്പീഡ് നമുക്കറിയാമല്ലോ. You know how slowly the bullock cart goes. പതുക്കെ പതുക്കെ ഇങ്ങനെ പോവാ. It goes very slowly. പുറയിലൊരു ബെൻസ് കാർ അടിച്ച് കീറി വരിക. So behind a Benz car was coming. അപ്പൊ പാലത്തിലോട്ട് എന്തോ കയറി. The bullock cart has entered into the bridge. കാൽവണ്ടി കയറി. ഇദ്ദേഹത്തിന് അത്യാവശ്യക്കാരന്. And the other guy is in a hurry. ഹോൺ അടിച്ച് പിടിക്കുക. He was pressing the horn. ഞാൻ ഇവിടെ വന്നപ്പോൾ അധികം ഹോൺ അടി കേട്ടില്ല. I did not see people pressing horn പക്ഷേ here. ഞങ്ങൾക്ക് അവിടെ ഹോണില്ലാതെ ജീവിക്കാനും പറ്റും. In India, we cannot survive without the horn. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. Hallelujah. സ്തോത്രം, സ്തോത്രം. അപ്പം ഹോൺ ഇങ്ങനെ അടിച്ച് പിടിക്കുക. And he was pressing the horn hard. ബെൻസുകാരല്ല വരുന്നേ. He's coming on a Benz. കാളൊക്കെ അറിയാമോ ഈ പുറകെ വരുന്ന ബെൻസുകാരൻ? And does the guy on the bullock cart know that അത് this അതിന്റെ is Benz സ്പീഡിലാ car? പോകുന്നത്. The bullock just knows its own speed. അപ്പൊ ഈ ബെൻസുകാരൻ പതുക്കെ ഇങ്ങനെ ബ്രേക്ക് ചവിട്ടി 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 പോവുക. കാള പോകാതെ ഇനി പോകാൻ പറ്റത്തില്ല. So unless the bullock passes through, this Benz car cannot pass through. ഇദ്ദേഹത്തിന്റെ ക്ഷേമ സാധിച്ച് ആമീൻ ഇല്ലാതായിട്ട് ഈ ആമീൻ സ്വത്ത കാളുണ്ടിയെ പോയി ഇടിച്ചാല് ആർക്കാ നഷ്ടം? So if this Benz car loses his patience and he goes and strikes the bullock cart, who is at loss? കാളുവണ്ടിക്കാരന് ആകെ കൂടെ പോകാനുള്ളത്
what will the bullock cart lose? ആഞ്ഞിലയുടെ 2 തടിയും ആ ചക്രമേ പോകത്തുള്ളൂ. Or he will just lose one wheel and little bit of wood. പക്ഷേ ഈ കാർ കൊണ്ട് ഇടിച്ചാലോ? But if the Benz car hits, ഞാൻ കേട്ടിട്ട് അതിന്റെ ഫ്രണ്ടിലെ എംബ്ലത്തിന് മാത്രം 75,000 രൂപ. at least the front emblem itself 75,000 rupees. ലക്ഷങ്ങൾ ഇവന് പോകും. So lakhs and lakhs he will ഞാൻ lose. പറഞ്ഞ കാര്യമല്ല പിടി കിട്ടിയോ? Do you understand what it means? ജഡീകന് പോകാനൊന്നുമില്ലെന്ന്. No, for those with the അവൻ fleshly ഏത് fellow, ഭാഷ ഉപയോഗിക്കുമെന്ന്. the fleshly guy, nothing to lose പക്ഷെ for നിന്റെ him. അകത്ത് ചിലത് ഉള്ളത് കൊണ്ടാ മിണ്ടാതിരിക്കുന്നത്. You have something inside you, that's why you are quiet. ബലഹീനതയാണെന്ന് ചിന്തിക്കണ്ട. Don't think that it's your weakness. നിന്റെ ബലം അതാ. It's your strength. ഇന്നലകളിൽ ചിലയിടത്ത് നീ ഹല്ലേലൂയ മിണ്ടാതിരുന്നതാ ജയം. When you were silent in the Esther days, that was your victory. ചിലത് ഒഴിഞ്ഞു മാറിയതാ നിന്റെ ബലം. That was the victory that something's passed by. വിശ്വസിക്കുന്നവരെ സ്തുതിച്ച് ആരാധിച്ചോണം. Those who believe, let's praise the Lord and worship the Lord. Jesus, Jesus, hallelujah. Jesus, hallelujah. Hallelujah. ഇവിടെ ഡിസ്കവറി ചാനൽ ഉണ്ടോ? Do you see Discovery Channel? സയൻസുമായി ബന്ധപ്പെട്ട ഒരു ചാനൽ അത് നാട്ടിലുണ്ട്. ഡിസ്കവറി ചാനൽ. Discovery Channel is a science channel in India. അപ്പം ചില സന്ദർഭത്തിൽ ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ട്. Sometimes I've watched the Discovery Channel. കഴുകൻ മൂർഖൻ പാമ്പുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. There will be a fight between the eagle and the cobra. ഈ കരയിൽ എഴഞ്ഞു നടക്കുന്നത് നല്ല പവറുള്ള ഒരു ജീവിയായി മൂർഖൻ പാമ്പ്. There's cobra is a very powerful snake. പക്ഷെ കഴുകൻ ഇതിനെ ഗ്രൗണ്ട് ലെവലിൽ വെച്ച് അറ്റാക്ക് ചെയ്യത്തില്ല. The eagle will not attack it at the ground level. അറ്റാക്ക് ചെയ്താൽ മൂർഖൻ പാമ്പ് ജയിക്കും. If so, then the snake will win. അതുകൊണ്ട് കഴുകൻ എന്താ ചെയ്യുന്നറിയാം? You know what the eagle does? മുകളിൽ വെച്ച് തന്നെ ഇത് ടാർഗറ്റ് ചെയ്യും. He will target from above. പെട്ടെന്ന് പറന്നു വന്നിട്ട് He will snoop down fast. ഇവന്റെ എല്ലാ പദ്ധതികളെയും പൊളിച്ചുകൊണ്ട് He will break every plan of the snake. കൂർത്തുമുർത്ത നഖങ്ങൾ കൊണ്ട് ഈ മൂർഖൻ പാമ്പിനെ പൊക്കിയെടുത്ത് മുകളിലോട്ട് കൊണ്ടുപോകും. With sharp claws, he will pull the snake up. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? Have anybody seen that? എന്നും പറഞ്ഞ് പാസ്റ്റർ പറഞ്ഞു ഇനി ഡിസ്കവറി ചാനൽ അങ്ങ് കാണാൻ വേണ്ടി ഇരിക്കുന്നു. Because pastor said ബൈബിൾ വായിക്കാനൊന്നും ഇരുന്നേക്കരുത്. ഞാനൊരു ഉദാഹരണം Discovery Channel, പറഞ്ഞു. don't do that. പ്രൈസ് ദി ലോർഡ്. Amen. അപ്പൊ ഈ പാമ്പ് ഈ കഴുകൻ ഇതിനെ പൊക്കി മുകളിലോട്ട് ശൂന്യാകാശത്തോട്ട് കൊണ്ടുപോകും. And this eagle will pick this snake and take it all the way up in the sky. ഈ മൂർഖൻ പാമ്പിന്റെ ബലം കുറഞ്ഞു. And then the power of this snake decreases. അങ്ങ് ശൂന്യാകാശത്ത് എന്ന് കഴിഞ്ഞാൽ Once it reaches the sky, ഈ പാമ്പിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ കഴുകന്റെ റോളാ. then this snake cannot do anything. It's കണ്ടോ, all പ്രകൃതി with the തരുന്ന ഒരു eagle. പാഠമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. I'm telling you a story. ഇന്ന് പകൽ നിങ്ങളുടെ വിഷയം ഗ്രൗണ്ട് ലെവലിൽ കൈകാര്യം ചെയ്താൽ നിങ്ങൾ പരാജയപ്പെട്ടു. If you try to deal with your matter at the ground level, you will be defeated. നേർക്ക് നേരെ പോരാടാൻ നിന്നാൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകും. If you try to fight one against another face to face, you're going to be പക്ഷേ ഇന്ന് defeated. പകൽ ദൈവാത്മാവ് ദൂത് പറയുന്നത് But the Holy Spirit says, ആത്മമണ്ഡലത്തിൽ നിന്റെ വിഷയം പൊക്കിക്കൊണ്ട് പോകും. if you pick your matter onto the spiritual realm, പ്രാർത്ഥനയുടെ ഒരു മണ്ഡലം മുകളിലുണ്ട്. there is a place of prayer. പോരാട്ടത്തിന്റെ ഒരു മണ്ഡലം മുകളിലുണ്ട്. There is a place of battle above. അവിടെയാണ് നിന്റെ ജയം വ്യാപരിക്കാൻ പോകുന്നത്. That is where your victory is. Come on. ഇന്ന് പകൽക്കാലം ഈ മെൽബണിൽ ആത്മമണ്ഡലത്തിൽ ചലിക്കാൻ ചിലരെ ദൈവാത്മാവ് ഇൻവൈറ്റ് ചെയ്യുന്ന പകലാ. The Holy Spirit is designating some people to fight the battles in the spiritual realm in this Melbourne city in the name of Jesus. Shuda mana hamdar hadar hedar heda veda veda Shuda bacha vatta 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 vamda vamda ramda Shuda bacha veda gatta dulkhavadi In the name of Jesus. ജനത്തിനെതിരെ വാദിച്ചു നിൽക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. Jesus, 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 Jesus. ഈ സമയം ശരീരത്തിന് മേൽ അസ്വസ്ഥത അനുഭവിക്കുന്നവര് രോഗം അനുഭവിക്കുന്ന ഭാഗത്ത് കരം വെച്ചാട്ടെ. If you're experiencing an infirmity in your physical body, keep your hand over there.
ശരീരം മുഴുവനും വേദനയാണെങ്കിൽ, if you have entire body, അലർജികളാണെങ്കിൽ, if there are issues concerning, അസ്വസ്ഥതകൾ അനുഭവിക്കുന്നെങ്കിൽ, if you are unrested, ആ വലങ്കരം തലയിലേക്ക് വെച്ചാട്ട് keep your hand over the യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച the Holy Spirit to raise ആ പുനരുദ്ധാനത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. The power of resurrection is moving here. ഇന്ന് പകൽ ചില രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറുകയാണ്. The Lord is breaking the bondage of certain ചില അലർജിയുടെ കെട്ടുകൾ അഴിഞ്ഞു മാറുകയാണ്. Allergies are being broken. ശരീരത്തിനകത്തും പുറത്തുമുള്ള രോഗങ്ങൾ അഴിഞ്ഞു മാറുകയാണ്. Diseases inside and outside, the Lord is നിന്നെ വീർപ്പ് മുട്ടിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ജയം തന്നുകൊണ്ടിരിക്കുകയാണ്. Jesus is giving you victory and deliverance. മുൻപോട്ട് പോകാതെ ദൈവമക്കളെ ഒതുക്കി വെച്ച വിഷയത്തിന്റെ മേൽ ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. The issues that has stalled your advance. അത്ഭുതങ്ങൾ നടക്കുകയാണ്. Hallelujah. അത്ഭുതങ്ങൾ നടക്കുകയാണ്. There are miracles now. യേശുവിന്റെ നാമത്തിൽ In the name of Jesus. അബന്ധനത്തിൽ ജനം പുറത്തു വരട്ടെ. By the blood of Jesus Christ. യേശുവിന്റെ നാമത്തിൽ. By the blood of Jesus Christ. By the blood of Jesus Christ. Ura baba bari kamdala bari gashandala digamanigasya. Riba raba digamanigashandala bari gasya. Riba rega dula bari gasya. Hallelujah. Hallelujah. ജനത്തെ തൊട്ടതിനായി സ്തോത്രം. Lord, thank you for touching. ആരോഗ്യബന്ധനം അഴിഞ്ഞതിനായി സ്തോത്രം. Lord, thank you that diseases യേശുക്രിസ്തുവിൽ are ഞങ്ങൾ healed. ജയം പ്രഖ്യാപിക്കുന്നു. Lord, we declare victory. അത് ശരീരത്തിന്മേൽ വ്യാപരിക്കട്ടെ. Let this work on the body. കുടുംബങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. Let's come down on the family. യേശുവിന്റെ നാമത്തിൽ. Jesus name. Hallelujah. Hallelujah. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന എത്ര ശക്തനാണെങ്കിലും എത്ര ഭക്തനാണെങ്കിലും ജീവിതത്തിന്റെ ചില പ്രത്യേക വിഷയങ്ങളുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ തളർന്നു പോയെന്ന് വരും. Even though powerful, even though saintly, when they are dealing with certain issues of life, they may become weak. Praise the Lord. പക്ഷേ ഇന്ന് പകൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒറ്റയ്ക്കല്ല. We are not alone. രണ്ടുപേര് ഇടത്തും വലത്തും. There one on the right, one on the left. ആ പോഷൻ വായിക്കുമ്പോൾ എന്താ മനസ്സിലാവുന്നേ? What do you understand by that? മോശയുടെ കരം തളർന്നു. Moses' hand was weak. അവരൊരു കല്ലുരുട്ടി കൊണ്ടുവന്നു. They brought one stone. മോശയെ അവിടെ ഇരുത്തി. They made Moses sit. ഈ പ്രസംഗം ഒന്നും ആയില്ല. ഇപ്പോഴേ ചായ ഇടാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെ? Hallelujah. അപ്പോൾ അത് കാണുമ്പോൾ എനിക്കങ്ങ് നിർത്താൻ തോന്നും. ആമേൻ ആമേൻ ആമേൻ. അപ്പം ഇവിടെ സംഭവിച്ചത് മോശയുടെ കരം ഭാരം തോന്നി, ക്ഷീണിച്ചു. So Moses became weak and he was feeling tired. അവർ രണ്ടുപേരും കൂടെ വലിയൊരു കല്ലുരുട്ടി കൊണ്ടുവന്നു. They brought a big rock. മോശയെ അവിടെ ഇരുത്തി. They made him sit there. അപ്പുറം ഇപ്പുറം നിന്ന് ആ കൈ താങ്ങുക. And they stood by the side and lifted the hand and supported them. Praise the Lord. Hallelujah. അഭിഷക്തനൊരു ക്ഷീണം വരുമ്പോൾ, When the anointed one become weak, ഒരു തളർച്ച വരുമ്പോൾ, when he is fatigued, നീ കൈ പിടിച്ച് താത്തിട്ട് അവിടെ കയറി ഇരിക്കരുത്. you should not pull his hand down and sit there. ആ സിറ്റുവേഷൻ മനസ്സിലാക്കി You understand that situation. നിന്നെ കൊണ്ട് ചെയ്യാവുന്ന കൈത്താങ്കൽ കൊടുത്തോണം. What you can do, support അത് him. പ്രാർത്ഥനയിലായിരിക്കാം, It may be through prayer. സഹകരണത്തിലായിരിക്കാം, It may be through ചിലപ്പോൾ ഒരു cooperation. വാക്ക് മതിയായിരിക്കാം. It may be just one word. എല്ലാ ദൈവമക്കളും ശ്രദ്ധിച്ചോണം. All children of God, pay അല്ലെങ്കിൽ attention. അവസരം നീ മുതലാക്കരുത്. അവിടെ Don't make use of that opportunity. ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാം. Oh, Rabaga, Shanda, Rabaga. അപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്ന മനസ്സിലേക്ക് നിങ്ങളൊന്ന് കണ്ടെന്നേ. Can you bring it that? വലിയൊരു കല്ലുരുട്ടി കൊണ്ടുവന്നു. They brought a big stone. മോശ അവിടെ ഇരുത്തി. They made Moses sit there. അഹരോനും ഹൂരും Aaron and Ur, അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് right and left, they stood. കൈ താങ്ങ. They are supporting them. ഇടത്തേക്കുന്ന ആളാരാ? One on the left is ഏതോ പറഞ്ഞല്ലോ, അഹരോൻ. കണ്ടോ, കറക്റ്റ്. വലത്തേക്കുന്ന ആളാരാ? right hand Ur. Ur. വെറുതെ പറഞ്ഞതാ. സ്തോത്രം. അപ്പൊ അഹരോനും ഹൂരും അപ്പുറം ഇപ്പുറം നിന്ന് കൈ താങ്ങ. So right and left, they are standing there and supporting. ഒരു ദൂത് പറയാൻ വേണ്ടിയാ വന്നത്. I'm coming to a message. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിലെ, Oh dear child of God, who നീ prays. ഒറ്റക്കല്ല ഈ പോരാട്ടത്തിൽ. You're not alone in this battle. നീ ഒറ്റക്കല്ല ഈ You're പോരാട്ടത്തിൽ. not alone in this battle. നിനക്ക് വേണ്ടി ദൈവം ഈ പട്ടണത്തിൽ ചെല്ലെ പ്രാർത്ഥിക്കാൻ എഴുന്നേൽപ്പിച്ചു. God has raised some people to pray നീ for you in വിചാരിച്ച this നീ city. വീണു പോകുമെന്ന്, You think you'll fall. നീ വിചാരിച്ച നീ തളർന്നു പോകുമെന്ന്, You think
think you will be weak. പക്ഷേ ആത്മാവിന്റെ മകൾ ദൂത് പറയുന്നു, But the Holy Spirit says this. ഈ വിഷയത്തിൽ നീ വീഴത്തില്ല, You will not fall in this നീ issue. തളരത്തില്ല. You will not be weakened. പ്രാർത്ഥിക്കാൻ ചിലരെ ദൈവം God എഴുന്നേൽപ്പിച്ചു. has raised some people to pray ഇന്ന് for പകൽ you. ഒരു ശക്തി നിന്റെ മേൽ വ്യാപരിക്കുക. There is a power that is working over you. Ah, Jesus. Amen. Rabala hambadi kamana katura. Ubar handala hashabdara handare khatala hatti മോശയുടെ kamana. കരം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുക. Moses' hand lifted up. പാളയത്തിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. The battle is going on in the camp. യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ കേറി വെട്ടുകയാണ്. Under the leadership of Joshua, Israel was striking the Amalekites. ഇന്ന് പകൽ ഞാൻ ദൂത് പറയാം, I want to give you the word. പ്രാർത്ഥനയുടെ കരം എത്രത്തോളം ഉയർന്നു നിൽക്കുന്നു, As much as the hand of prayer is raised up, അത്രത്തോളം നിന്റെ യുദ്ധം ഈസിയാണ്. that long your battle is easy. കുടുംബത്തിന്റെ ഉള്ളറയിൽ കരമുയർത്തി നിൽക്കേ. When you stand inside your home and with നിന്റെ your right വിഷയങ്ങളുടെ hands, വിടുതലുകൾ ഈസിയായി വെളിപ്പെടാൻ പോകുക. you will get an easy breakthrough for your ഓ, issues. വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്തുതിച്ച് ആരാധിക്കാം. Those who believe, let us worship. ഹല്ലേലൂയ. Jesus, hallelujah. Hallelujah. പക്ഷെ മോശയുടെ ഈ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കൈതാങ്ങിയത് പാളയത്തിലുള്ള ആരും കാണുന്നില്ല. Nobody else saw that they had supported Moses in the critical stage of this life. ആരെങ്കിലും കാണുന്നോ? കുന്നിന്റെ മുകളിൽ മോശയുടെ കൈ താങ്ങിയത് ആരെങ്കിലും കണ്ടോ? Did anyone see that they had supported Moses' hand in the hill, up the hill? Nobody would have seen. പക്ഷേ ഒരുത്തൻ കണ്ടു. But someone saw that. Hallelujah. ഉയരത്തിൽ ഒരാൾ കണ്ടു. Someone above saw that. Hallelujah. നിന്റെ കഷ്ടതയുടെ നടുവിൽ, പോരാട്ടങ്ങളുടെ നടുവിൽ, In the midst of your pain, വേദനയുടെ നടുവിൽ in the midst of your oppression, കർത്താവിന് വേണ്ടി നീ നിൽക്കുമ്പോൾ when you have been insulted, കാണാൻ ആരുമില്ലായിരിക്കാം, and when nobody sees you, അറിയാൻ ആരുമില്ലായിരിക്കാം, when nobody knows about you, പക്ഷേ ആത്മാവിന്ന് പകൽ തൊട്ടാ ദൂത് but പറയുന്നു, the Holy Spirit touch you and say, കാണാൻ ഒരുവനുണ്ട്, കാണാൻ ഒരുവനുണ്ട്. there is someone who sees you all അവൻ time. ആർക്കും കടക്കാരനല്ല. He is never indebted to anyone. കാണാൻ ഒരുവനുണ്ട്. There is someone who is there to watch you. പ്രാർത്ഥനയുടെ ഉൾമുറി കയറി, കർത്താവേ, ഞാൻ ഈ ദിവസങ്ങളിൽ സഹിക്കുന്ന ഈ വിഷയം കാണാൻ ആരുമില്ലേ? When you are in that inner room of prayer and telling the Lord that, Lord, what I am going through, there is nobody watching me. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ദൈവമൈതലേ, Oh, dear child of God, when you pray in tears, ദൈവാത്മാവ് ഇന്ന് മകൻ നിന്നോടാ ദൂത് പറയുന്നത്. Spirit is speaking to you. നിന്റെ വേദന അറിയുന്ന ഒരു ദൈവമുണ്ട്. The God who knows your pain. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ In the mighty name of Jesus. നിന്റെ വേദന അറിഞ്ഞുകൊണ്ടിരിക്കുക. He knows your pain. ഇന്ന് നീ കടന്നു പോകുന്ന ജീവിതത്തിന്റെ ചില ശൂന്യതകൾ എന്റെ ദൈവത്തിന് നന്നായിട്ടറിയാം. My God very well knows the emptiness of your life. Jesus. Udabaga shamdara baga sika ruamana hamdalabas. Rubana hamdala gashad uramani hamdala bagasya. Hallelujah. Hallelujah. അബ്രഹാമിന്റെ വീട്ടിൽ പ്രശ്നമുണ്ടായപ്പോൾ ഹാഗാർ ഇറങ്ങി. When there was a problem in Abraham's house, Hagar was sent. യജമാനത്തിക്ക് താൻ നിന്ദിതയെന്ന് കണ്ടപ്പോൾ, When Hagar came to know that she was a reproach for ശൂർ her, മരുഭൂമിക്ക് പോകുന്ന ഒരു വഴിയിൽ അവൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ when she was sitting in the wilderness all alone, ദൈവത്തിന്റെ ദൂതൻ അവിടെ ഇറങ്ങിയിട്ട് പറയുക, angel came and said, സാറായുടെ ദാസിയായ ഹാഗാറേ, Hagar, the maid servant of Sarah, നീ എവിടുന്ന് ഓടി വന്നോ അവിടേക്ക് പൊക്കോ. from where you came, you go back. അവിടെ പറയുന്നൊരു വാചകമുണ്ട്, There is one word that ഹാഗാർ പറയുന്നൊരു വാചകമുണ്ട്, Hagar sees. എന്നെ കാണുന്നവനെ നീ ഇവിടെയും കണ്ടോ. Oh, the one who sees me, you saw me here also. ഇന്ന് രാവിലെ സമയം നിന്റെ കൂടാരത്തിന്റെ വിഷയം എന്റെ ദൈവത്തിനറിയാം. The Lord knows the issue inside your tent. ഇന്ന് നീ ഫേസ് ചെയ്യുന്ന ഹൃദയത്തിന്റെ നൊമ്പരങ്ങൾ എന്റെ ദൈവത്തിനറിയാം. The Lord knows the pain of your heart. ആത്മാവിന്റെ മകൾ ദൂത് പറയുന്നത്, The Spirit gives you this word. എന്നെ കാണുന്ന ഒരു ദൈവമേ, Oh God who sees me. Ah, Rabaga Shamba Baba Handura Baga Sika Rabala Badikavana.
Daddy, thank you. സഹോദര, നിന്റെ വിഷയം കർത്താവ് കണ്ടുകൊണ്ടിരിക്കുക. The Lord is seeing your issue. സഹോദരി, നിന്റെ വിഷയം കർത്താവ് The Lord കണ്ടുകൊണ്ടിരിക്കുക. is seeing your seed. മാതാവേ, നിന്റെ വിഷയം കർത്താവ് The Lord കണ്ടുകൊണ്ടിരിക്കുക. is seeing your issue. കുഞ്ഞെ, നിന്റെ വിഷയം കർത്താവ് കണ്ടുകൊണ്ടിരിക്കുക. Child, the Lord sees അഭിഷക്തനെ, your കർത്താവ് നിന്റെ വിഷയം കണ്ടുകൊണ്ടിരിക്കുക. anointed you, the ഇന്ന് Lord sees പകൽക്കാലം ഒരു അസാധാരണമായ ദൈവ സാന്നിധ്യം ദൈവമക്കൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്നെ കാണുന്നവനെ, the one who sees me. Jesus, Jesus, Jesus. Jesus, hallelujah. Hallelujah. We love you, Lord. Thank you. Thank you, Lord. Thank you. താങ്ക് യു ജീസസ്. Thank you, Jesus. Hallelujah. അഭിഷക്തന്റെ കഷ്ടതയുടെ മുമ്പിൽ ആരുമറിയാതെ കൈ താങ്ങിയതുകൊണ്ട് Because without anyone's knowledge, ഇനി they had നമുക്ക് supported the പുറപ്പാട് anointed. പുസ്തകം 31 വാക്യം മുതൽ വായിച്ച്. Now let's read chapter 31 of Exodus, 1 verse onwards. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ആ. ഇതാ ഞാൻ യഹൂദ ഗോത്രത്തിൽ Yes. ഹൂരിന്റെ മകനായ ഹൂരിന്റെ മകനായ ആരായി ഹൂര്? Son of Hur, മോശയുടെ കൈ ക്രിട്ടിക്കൽ സ്റ്റേജിൽ താങ്ങിയവനാ. the one who supported Moses' hand, the critical ഹൂരിന്റെ മകൻ, ഊരിയുടെ മകൻ ഊരിയുടെ മകൻ ബെസലേലിനെ ബസലേലിനെ പേര് ചൊല്ലി ഒരു വിളിച്ചിരിക്കുന്നു. സ്വത്രം പറയാമോ? Amen. I have called him by name. ഹൂരിന്റെ കൊച്ചുമകൻ ബസലേലിനെ സമാഗമന കൂടാരത്തിന് വേണ്ടി ദിവ്യാത്മാവിനാൽ നിറച്ച് ജ്ഞാനവും ബുദ്ധിയും ദൈവം അവന്റെ മേൽ പകരുക. God has filled Bezalel, the grandson of Hur, with the Spirit of God to give him ability and intelligence. ഇതൊരു ദൈവത്തിന്റെ നീതിയാ. This is God's justice. നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒന്നും ധനാഢ്യരൊന്നുമല്ല. Our forefathers were not very rich people. 3 നേരം കഴിക്കാനൊന്നും അവർക്ക് ആഹാരമില്ലായിരുന്നു. They did not have enough food for 3 times പക്ഷേ a day. കഷ്ടതയുടെ നടുവിൽ അവർ ദൈവത്തെയും ദൈവദാസന്മാരെയും താങ്ങി. But they supported the Lord God and the ministry and the ministers in their അതുകൊണ്ട് adversity. എന്താ സംഭവിച്ചെന്നറിയാമോ? You know what happened because of അവരുടെ മക്കളുടെ സമയം വന്നപ്പോൾ, that? When it came to their children, കൊച്ചുമക്കളുടെ സമയം വന്നപ്പോൾ, when it came to their grandchildren, ദൈവം അവർക്ക് ജ്ഞാനവും ബുദ്ധിയും കൊടുത്ത് the Lord gave ability and intelligence. ഇന്ന് രാവിലെ സമയം ഇവിടെ വരാനിടയായെന്ന്. The Lord enabled us to be here. വിദ്യാഭ്യാസത്തിന്റെ കൂടുതലല്ല, Not because of extra knowledge we have. നമ്മുടെ അടുത്ത ഡിഗ്രി എടുത്തവരുണ്ടല്ലോ, There are so many with better degrees than us. പണമുള്ളവരുണ്ടല്ലോ, There are so many with much more നമ്മളെക്കാൾ knowledge, കഴിവുള്ളവരുണ്ടായിരുന്നല്ലോ. so much of our ability. അവർക്കൊന്നും എത്താൻ കഴിയാത്ത സ്ഥാനത്ത് A place where they could not come. ദൈവത്തിലെ നീ വന്നതിനകത്തൊരു കാരണമുണ്ട്. Oh, dear child of God, you have come. There is a ആരോ reason. കരം താങ്ങിയതാണ്. Someone supported the hand. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ In the mighty name of ഇന്ന് Jesus. പകൽ അറിഞ്ഞ് സ്വത്രം പറയട്ടെ. You need to know this and praise the Lord. Jesus, Jesus, Jesus. Hallelujah. Lord, we worship you. അതുകൊണ്ട് വല്യപ്പച്ചൻ കൈ താങ്ങി ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെന്നും പറഞ്ഞ അഭിമാനത്തിൽ ഇരിക്കുകയല്ല. Don't be proud that okay, my forefather gave support. We are blessed. Don't be like that. നിങ്ങൾ കൈ താങ്ങിയാൽ, In you support. കർത്താവിന്റെ വേലയ്ക്ക് നിങ്ങൾ പ്രയോജനപ്പെട്ടാൽ, When you are used for the ministry of the Lord, അതിന്റെ വിടുതൽ നിങ്ങളുടെ മക്കൾക്കുണ്ടാകും. your children are going to experience a blessing. അതിന്റെ തലമുറയ്ക്കുണ്ടാകും. Their children are going to see a blessing. ഒരു സ്വത്രം പറയാം. Hallelujah. നമ്മളെല്ലാം ദൈവം അനുഗ്രഹിച്ചെന്നുള്ള ഭയങ്കര വീരവാദത്തിൽ ഇങ്ങനെ ഇരിക്കുക. We are all very boastful that the Lord has already blessed us. ഇതൊരു സർക്കിളാ. This is a circle. ഒരു തലമുറ കൊണ്ട് തീർന്നു പോകുന്നതല്ല. It doesn't end with one generation. തലമുറകളിലേക്ക് ഇത് കൈമാറിക്കൊണ്ടിരിക്കും. It comes to generations and generations. സന്തോഷത്തോടെ സ്വതന്ത്രം പറയാം. Praise the Lord, praise the Lord, praise the Lord. ചേർന്ന് കർത്താവിനെ സ്തോത്രം Let ചെയ്യാം. us praise the Lord together. യോശുവയെ തൊട്ടാൽ ഇതുപോലെ സമയം പോകും. അതുകൊണ്ട് ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഞാൻ പറയാം. Next time we will talk about Joshua. കണ്ടോ നിങ്ങളുടെ മുഖത്തൊരു സന്തോഷം. സ്തോത്രം, സ്തോത്രം. Hallelujah. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരികയാണ്. ചില പ്രാക്ടിക്കൽ തലങ്ങളിലൂടെ തൊട്ട് ആരാധിക്കാനായിട്ട് പോവാം. We're going to touch certain practical aspects in the worship. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വന്നേ. Come back to the Luke's Gospel. 1-ാം അധ്യായം 39-40 വാക്യങ്ങൾ. Chapter 1 verse 39 and 40. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിലെ ഒരു യഹൂദിയ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. സെഖര്യാവിന്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു. മതി. കഴിഞ്ഞ രാത്രിയിലല്ലേ ഞാൻ പറഞ്ഞത് ദൂതൻ ചെന്ന് മറിയാമിനോടൊരു ദൂത് പറയുന്നേ. I told you last night that the angel came and spoke to Mary. നീ ഒരു മകനെ പ്രസവിക്കുന്നു, You will conceive and bear a son.
അപ്പൊ കന്യയായ പെൺകൊച്ചി പറയുകയാണ് ഇതെങ്ങനെ സംഭവിക്കും. This virgin girl asked this question, how will it happen? അപ്പം ദൂതൻ മറുപടി പറയുകയാണ്, The angel replied, അത്യുന്നതന്റെ ശക്തി നിന്റെ മേലെന്ന് വരും. the power of the Almighty will overshadow you. ഇന്ന് പകൽ ശക്തി എന്ന് വ്യാപരിച്ചാൽ മതി, എല്ലാ വിഷയത്തിന്റെയും പരിഹാരമാണ്. If the power overshadows you, every problem is settled. കുഞ്ഞുങ്ങളെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സ്ട്രഗിൾസ് ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവം പറയുന്നു, ദൈവശക്തി ഇന്ന് പകൽ വ്യാപരിച്ചേ പോകാവൂ. Dear child of God, if you are struggling with your education, you must allow the power of God to overshadow you this morning. നിങ്ങളുടെ തലമുറയോടുള്ള ബന്ധത്തിലാകട്ടെ, In the context of your കുടുംബ children, ജീവിതത്തോടുള്ള ബന്ധത്തിലാകട്ടെ, in the context of your family life, കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലാകട്ടെ, in the context of the ministry of the ഇതെങ്ങനെ Lord. നടക്കുമെന്ന് ചോദിക്കുന്ന ചില If you വിഷയത്തിന് are thinking, how will this happen? ഒറ്റ മറുപടി മാത്രമേ ഉള്ളൂ. I have only one answer. അത്യുന്നതന്റെ ശക്തി, When the power of the Almighty, അത്യുന്നതന്റെ ശക്തി when the power of the Almighty, ഇന്ന് പകൽ ചിലതിന് മേൽ നിഴലിടാൻ പോകുക. it is going to overshadow some people ഇന്ന് here. രാവിലെ സമയം സ്തോത്രം പറഞ്ഞോണം. You must say praise the Lord. ഇവിടെ ആരാധിച്ചു When കൊണ്ടിരിക്കുമ്പോൾ you are worshiping here, അത്യുന്നതന്റെ ശക്തി നിനക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞില്ലേ? you're going to experience the power of the Most High. വീഴരുതാൻ ഏറ്റുപിടിച്ചോണം. Receive it. ഈ സാന്നിധ്യം ശരീരത്തിൽ ഇറങ്ങുമ്പോൾ When this presence comes inside your body, വിഷയങ്ങളുടെ വിടുതലുകളാ നടന്നുകൊണ്ടിരിക്കുന്നത്. you're going to see a solution. എത്ര to your പേർക്ക് problem. അനുഭവിക്കാൻ കഴിയുന്നുണ്ട്? You're going to experience a breakthrough. How many of you are experiencing a breakthrough? Udababa samdaraga dulagamane kabaga shambaba urugamane kamdara badikama nagasiri kadalagama nagadaga. ഭൂതി ഞാൻ എടുത്തു പറയാം. I want to repeat it again. ഇവിടെ ഇന്ന് പകൽ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോഴേ When we are worshiping here, ശരീരത്തിന് വഹിക്കാൻ കഴിയാത്തൊരു ആത്മസാന്നിധ്യം പലരും അനുഭവിച്ച് ഞാൻ കണ്ടല്ലോ. I saw that many of us experienced a presence which you could not bear. എന്താ സംഭവിച്ചെന്നറിയാമോ? You know what happened? നിങ്ങളുടെ വിഷയത്തിന്മേൽ ആ ഷാഡോ വെളിപ്പെടുന്നതാണ്. The old shadow has been revealed over your വിശ്വസിക്കുന്ന issue. ദൈവമൊക്കെ സ്തോത്രം പറഞ്ഞാൽ മതി. Oh, praise the Lord. Praise അതിന്റെ the Lord. റിസൾട്ട് അടുത്ത സെക്ഷനുകളിൽ കാണും. You're going to see the results in the next session. ഞായറാഴ്ച വരുമ്പോൾ നിനക്കൊരു ഗുഡ് ന്യൂസ് പറയാൻ കാണും. You will have a good news when you come on Sunday. ജോലി മണ്ഡലത്തിൽ നിന്നെ അമർത്തിയ ശക്തികൾക്കെതിരെ ദൈവശക്തി വ്യാപരിച്ചത്. In your workplace, the power of God is ചിലർക്ക് moved വേണ്ടി over ചില your children പുതുവഴികൾ and തുറന്നത്. there are new doors being opened for you. യേശുവിന്റെ നാമത്തിൽ In the name of Jesus. അനുഭവിക്കാൻ കഴിയാവുന്നിടത്തോളം അനുഭവിച്ചു. You need experience it as much as you can. Oh, Rabaga Shikana Matula Magasika Raba. Boraba Rekanda Rabari Kandala Barikashan, Dorabari Kasandari Kamana the Lagabaragana. Barabadi Kamanaga Shadarabari Kandala Barikasiri Andarabara. Diba Rabadula Wana Shandarabadi Kamanagasi. Rikama Darabali Handaraba Shadaraba. അത്യുന്നതന്റെ ശക്തി Power of the Most High. മറിയയുടെ ഉദരത്തിൽ വ്യാപരിച്ചപ്പോൾ When it worked inside Mary's womb, ദൈവപുത്രൻ ഉദരത്തിൽ ഉരുവാകാൻ തുടങ്ങി. the Holy Son of God started forming himself ഒറ്റ വാക്കി inside. പറഞ്ഞാൽ മറിയയുടെ ഉദരത്തിൽ ഒരു നിറവ് വെളിപ്പെടാൻ തുടങ്ങി. There was a fullness being revealed in the womb of Mary. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ When it was known, അവൾ നേരെ യഹൂദാ മലനാട്ടിലോട്ടാ ഓടിയത്. she went into the hill country of Judah. യഹൂദാ മലനാട്ടിൽ എന്ന് പറഞ്ഞാൽ വലിയ കുന്നും മലകളും ഉള്ള സ്ഥലം. It was a hill country. നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട്, In Kerala we have such a place. ഹൈ റേഞ്ച്, High range. കുന്നും മലയുള്ള സ്ഥലമാണ്, It's all hills. പ്രകൃതി രമണീയമായ സ്ഥലമാണ്. It's a beautiful place. പ്രൈസ് ദി Nature. ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവള് അകത്ത് നിറവുണ്ടായി കഴിഞ്ഞപ്പോൾ When she got a fullness inside, ആമേൻ, സ്തോത്രം സ്തോത്രം. അവിടെ ചാർച്ചക്കാരത്തി there was her relative. എലിസബത്തിന്റെ വീട്ടിലേക്ക് She went to her Elizabeth relative. യഹൂദ മലനാട്ടിലേക്ക് ഓടി. He went to the hill country of Judah. ദൈവം സന്ദർശിച്ചവൾ 6-ാമത്തെ മാസം യോഹന്നാനെ അവൻ ഉദരത്തിൽ വഹിച്ചുകൊണ്ടിരിക്കുക. Elizabeth was bearing John after the visitation from God. It was 6th month. അപ്പൊ അതിനകത്ത് ഇറങ്ങിയൊരു ദൂത് പറയാനേ ഞാൻ വന്നത്. I want to give you a word from there. നിറവ് വ്യാപരിച്ചു കഴിഞ്ഞാൽ When the fullness comes in, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ നടക്കരുത്. doctor says that you should not walk these days. സ്തോത്രം, വീട്ടിൽ റെസ്റ്റ് ചെയ്തോണം You are supposed to rest these days. എന്നൊക്കെയുള്ള ടൈമായി ഈ മറിയാമിന്റെ. These are the times for Mary. പക്ഷെ നിറവകത്തി വ്യാപരിച്ചപ്പോൾ But because the fullness came in, മല അവൾക്ക് വിഷയമല്ല, hill country was an issue. കുന്ന് Not an അവൾക്ക് issue. വിഷയമല്ല. The hill is not a problem. നിറവുള്ളവരുടെ അടുക്കിലേക്ക് ഓടുക. She is going to another one who has the fullness. എന്തിനാ നിറവ് ദൈവം തന്നിരിക്കുന്നത്? Hallelujah. എന്തിനാ ദൈവം നമുക്ക് നിറവ് തന്നിരിക്കുന്നത്? Why God has given us the fullness? ചുമ്മാ ഷാപ്പാടടിച്ച് വീട്ടിൽ ചുമ്മാ ഇരിക്കാനല്ല, Just to sit idly at home after eating food. നിറവുള്ള ആരാധനയ്ക്ക് വരാനാ. We are supposed to come into the worship with fullness there. പ്രൈസ് ദി ലോർഡ്. മുടം തന്നായം പറഞ്ഞ് ഇനിയും
വീട്ടിനകത്ത് ഇരിക്കരുത്. We cannot give lame excuses and sit at home. ഇതിനകത്തൊരു നിറവ് പ്രാപിച്ച് യോഗത്തിന് ഓടി വന്നോണം. We need to experience a fullness and come inside the meetings. ഇവിടെ വരുമ്പോൾ അസാധാരണമായ വിടുതലുകളാണ് നടക്കുന്നത്. You're going to see extraordinary breakthrough here. നിറവ് ദൈവം എന്തിനാ തരുന്നേ? Why the God gives you a filling? നിറവുള്ളിടത്തേക്ക് ഓടി വരാനാ. To come to the place where there is another fullness. Oh, Rabaga Shikarabalasi. ഇത് പറഞ്ഞപ്പോൾ മുഖത്ത് ആ ഒരു എക്സ്പ്രഷൻ കാണുന്നില്ലല്ലോ. Why you're not? There's no expression on your face. ഇപ്പം വല്ലപ്പോഴും വന്നാൽ മതിയായിരുന്നു. ഇപ്പൊ ഈ പ്രസംഗം കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി നിറവ് വ്യാപരിച്ച എല്ലാ യോഗത്തിനും. So far we could just come once in a while. Now my pastor says that if you have a feeling inside you, you have to come for every meeting. അതുകൊണ്ടാണോ നിങ്ങൾ സ്തോത്രം പറയാഞ്ഞേ? Is it because of that you didn't ഒന്ന് say? സന്തോഷത്തോടെ സ്തോത്രം പറയാം. Let's say that with joy. നിറവ് വ്യാപരിച്ചാൽ നിറവുള്ളിടത്തേക്ക് ഓടി വരും. Oh, when there is a filling, you will come to the place where there is a fullness. രണ്ടാമതായി നോക്കാം. Praise the Lord. 1:41-44 രണ്ട് ദൂതരുടെ 41 and 44. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്. നിറവ് വ്യാപരിച്ച തുള്ളി എന്ന് വരും. When there is a filling, you may leap. ആത്മശക്തി വ്യാപരിച്ച കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. Oh, we cannot control if the filling of the Spirit comes in. കറങ്ങി ആരാധിച്ചെന്ന് വരും. They may go round and round and worship. അത് നിറവിന്റെ ഒരു റിസൾട്ട് ആണ്. That may be an outcome of the fullness. Praise the Lord. Amen. അപ്പം തുള്ളി ആരാധിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ആൾ വിചാരിക്കടാ എന്താണ് ഇത്? When they are dancing and worshiping, the neighbor may think that why this നിറവ് guy. വ്യാപരിച്ചാൽ ഇങ്ങനെ ഉണ്ട്. This happens when there is a filling of the Spirit. ഒരു സ്വോത്രമൊക്കെ പറയണം. Oh, you need to see, praise the Lord. എന്നിട്ട് മറിയ എലിസബത്ത് ഉച്ചത്തിൽ. So Elizabeth loudly. അപ്പം നിറവ് വ്യാപരിച്ച ശബ്ദമുണ്ട്. There will be noise when you. There will be a big loud voice. നിറവിന്റെ ഒരു പ്രകടനമാണ് ആരാധനയ്ക്ക് ഇരിക്കുമ്പം ശക്തമായിട്ട് ആരാധിക്കുന്നത്. So it is an evidence of that filling that when we are worship, we worship powerfully. ചില ആരാധനയ്ക്ക് വരുമ്പോൾ അങ്ങ് ശാന്തമാകും, വീട്ടിൽ ഭയങ്കര ശബ്ദം. Some people when they come to worship, they become very silent. They make big loud noise back at home. അത് ഇന്ന് പകലങ്ങ് തിരിയുക. No, we're going to change it. വീട്ടിൽ സൈലന്റ് ആവുക, ആരാധനയ്ക്ക് ശബ്ദം എടുത്തോണം. At home, be silent. We make a loud noise when you worship. പിന്നെ എല്ലാത്തിനും വാക്യം ഉണ്ടാകും, നമുക്ക് എന്നും എല്ലാം പറയാൻ പറ്റത്തില്ല. Everything there is a verse. We can't quote everything. സങ്കീർത്തനത്തിൽ വാക്യമുണ്ട്, മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന്. In Psalm, it says that be silent and be still and know that I am God. നമ്മൾ ഈ സഭായോഗത്തില ഇത് അപ്ലൈ ചെയ്യുന്നത്. We apply it inside the church meeting. മിണ്ടാതെ ഇരുന്ന് ദൈവമെന്ന്. Be still and know that I am God. യോഗം ഒന്ന് കഴിയണം, അടുത്ത വാക്യം മനസ്സിലേക്ക് വരും. After the meeting, the next verse comes. നിന്റെ വായ വിസ്താരത്തിൽ Open your mouth wide. സ്തോത്രം. Hallelujah. അപ്പൊ ഈ ശബ്ദമൊക്കെ എവിടെ ഇരിക്കുകയായിരുന്നെന്ന് നമുക്ക് സംശയം. When we think, where was this loudness till now? അതിനകത്തൊന്നൊരു ദൈവദാസൻ എങ്ങാണ്ട് പോയി ഒരു ദൂത് പ്രാപിച്ചു വന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഇവിടെ ഞാൻ പറയാൻ പോവാ. I'm going to tell you something with the servant of God told me. ഏത് കമന്ററിയിലാണെന്നൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്കറിയത്തില്ല. പുള്ളി എങ്ങാണ്ട് ഒന്ന് ഒപ്പിച്ചോണ്ട് വന്നതാ. I don't know from where he got that commentary. നിന്റെ വായ വലിച്ചൊന്ന് തുറക്ക്, ഞാൻ ഇടിച്ചു നിറയ്ക്കും. You open your mouth wide, I will push in and fill. ഒരു കാര്യം വ്യക്തമാണ്, Amen. വാ തുറക്കുന്നവനാ നിറവ്. Only the one who opens will have the filling. നിറയാൻ വല്ല ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? Do you have a desire? വാ തുറന്ന് ആരാധിച്ചേ പറ്റത്തുള്ളൂ. You need to open your mouth and worship the ഇന്ന് Lord. പകൽ നീ ആരാധിച്ച എരികോവിന്റെ കോട്ട തകരുമെന്ന്. If you worship, the fort of Jericho is ഇന്ന് going പകൽ to നിന്റെ fall. ഭാവിക്കെതിരെ ശത്രു വെല്ലുവിളിച്ച ചില പോരുകൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞുകൊണ്ടിരിക്കുക. All that opposing forces that stood against your future, it is being loosened in the name of Jesus. Victory. Victory in the name of Jesus. Victory in the name of Jesus. Hallelujah. സങ്കീർത്തനത്തിൽ വാക്യമുണ്ട്, നീ പലർക്കും ഒരു അത്ഭുതമാണ്. You will be a wonder for many, says the psalmist. രാവിലെ എനിക്ക് തന്നെ തോന്നി ഞാൻ തന്നെ ഒരു അത്ഭുതം. Oh, I thought I am a wonder myself. രാവിലെയും വൈകിട്ട് 24ാമത്തെ പ്രസംഗമാണ്. 24th sermon I am preaching continuously. സ്തോത്രം. Hallelujah.
ജനുവരി 5-ാം തീയതി വരെ ഇത് തുടരുന്നത്. It will continue till January 5th. Praise the Lord. Hallelujah. എന്തിനാ ഓർപ്പിച്ചെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കൂടെ ഒന്ന് Please remember me also when you pray. ഓർത്തോണം. അതിനായി പറയുന്നത്. That is why I'm telling you this. പ്രൈസ് ദി ലോർഡ്. മാക്സിമം സൗണ്ടാ ഇവിടെ എടുക്കുന്നത്. I'm taking out my maximum sound. വൈകിട്ട് മൈക്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. I don't know whether I'll have a mic in the evening. അതുകൊണ്ട് ഇവിടെ ഉള്ള സൗണ്ട് അങ്ങനെ എടുക്കുകയാണ്. I'm just taking out all the sound. സ്തോത്രം സ്തോത്രം. അപ്പം നിറവ് വെളിപ്പെട്ടാൽ When the feeling reveals, അപ്പം നിറവിന്റെ ഫലങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. we are going to talk about the fruits of the നിറവ് feeling. ഒരുവനിൽ വന്ന എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. You know what are the changes that happens when the നമ്പർ feeling 1, happens? ആത്മനിറവ് വെളിപ്പെട്ടാൽ When the feeling of the spirit reveals, നിസ്സാര വിഷയങ്ങൾ പറഞ്ഞ് after quoting easy issues, അവസരം ഉണ്ടാക്കി lame excuses, വീട്ടിൽ വെറുതെ ഇരിക്കത്തില്ല. we will not sit back at home. അവരെ ഓടി ആരാധനയ്ക്ക് വരും. They will come running to worship. Hallelujah. നമ്മുടെ ഡോക്ടർ ആ കാര്യമായിട്ട് സ്തോത്രം പറയുന്നത്. Amen. Praise the Lord. നിങ്ങളൊക്കെ ശാന്തമായിട്ടിരിക്കുക. Amen. Praise the Lord. Hallelujah. ഈ ദൂത് അകത്തോട്ടൊന്ന് കയറിയോ? Oh, if this message comes in, അപ്പൊ നിങ്ങൾ പറ, നിറവ് വ്യാപരിച്ചാൽ ഒന്നാമതായിട്ട് എന്താ ഉണ്ടാകും? what happens when that feeling happens? You'll come for the meeting. You'll come running for the meeting. ഒഴിവ് കഴിവ് പറഞ്ഞ് വീട്ടില് You will not sit back at home giving excuses. നിങ്ങൾക്കറിയാമോ പണ്ട് പടിഞ്ഞാറൻ നാട്ടിൽ വെള്ളം പൊങ്ങി. In the western land there was a flood. വെള്ളം പൊങ്ങുമ്പോൾ ഈ മീന് ഇരച്ചു കയറും. അച്ഛാ എന്താ ഇതിന് പറയുന്നേ? ഊത്തിളകുക. When there is flooding, the small fishes they come in a big herd. രണ്ട് സഹോദരന്മാർ കൂടി തീരുമാനിച്ചു ശനിയാഴ്ച വൈകിട്ട് നാളെ സഭായോഗത്തിന് പോകുന്നില്ല, നാളെ മീൻ പിടിക്കാൻ പോവാ. So two brothers decided that tomorrow Sunday we are going to catch fish. അവർ കണ്ടുപിടിക്കാൻ പറയാൻ കാരണമുണ്ട്. This is the reason why they said that. സഭായോഗം അടുത്ത ആഴ്ചയുണ്ട്, മീൻ അടുത്ത ആഴ്ച കിട്ടത്തില്ല. So next week we will have again the meeting, but fish won't come next week. രണ്ടുപേരും കൂടെ തീരുമാനിച്ച് വീട്ടിൽ പോയി. So they decided that and went home. ഒരുത്തൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുന്ന ആത്മാവ് ഇടപെട്ടടാ, സഭായോഗം വെട്ടിച്ച് നീ മീൻ പിടിക്കാൻ പോയ കർത്താവ് വന്നാൽ നീ പോത്തില്ല. Then they were in the fasting prayer, the Spirit spoke to him, hey, if you miss the church meeting and go to catch fish, you will not go into heaven when the Lord comes. അടുത്തവനില്ല എന്നേക്കും കുലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെ. The next fellow was like the Mount Zion, never shaking Mount Zion. തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. And he was firm on his decision. രാവിലെ പുള്ളി എഴുന്നേറ്റു. The guy got up. ഒരു കൊച്ചു വള്ളം സംഘടിപ്പിച്ച് ഒരു വലയുമായിട്ട് മീൻ പിടിക്കാനായിട്ട് പുഴയിലോട്ട് പോയി. He got a small boat and got a net and went to catch the fish. 10 മണി സമയമായി. It was 10 o'clock. ഇവന് മനസ്സിലായി ഇപ്പോൾ ഞങ്ങളുടെ പാസ്റ്റർ പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ടുണ്ട്. This is the time when our pastor has began the minute prayer. കുഞ്ഞാട്ടിൻ തിരുരക്തം എന്നുള്ള പാട്ട് പാടും. He is going to sing the song Kunyadin Rektam. പാടി ആരാധിച്ച് നിയോഗമുണ്ടെങ്കിൽ ഒരു പാട്ട് കൂടെ പാടും. After the prayer, after the singing, one more prayer. പിന്നെ രണ്ട് സഹോദരിമാര് പ്രാർത്ഥിക്കും, ഒരു സഹോദരൻ പ്രാർത്ഥിക്കും. Then what, two sisters will pray, one brother will pray. പിന്നെ സങ്കീർത്തനം വായനയുടെ സമയം. Then it will be time for the psalm. പാസ്റ്റർ പ്രസംഗിക്കും. Then pastor will preach. പിന്നെ സാക്ഷ്യത്തിനുള്ള സമയം. After it will be time for this അതിനുശേഷം സ്തോത്രകാഴ്ചയുടെ സമയം. Then it will be offering. അതിനുശേഷം ഒരു പ്രസംഗമുണ്ട്. Then another sermon. ഞങ്ങളുടെ നാട്ടിൽ പിള്ളേരിട്ടിരിക്കുന്ന പേര് ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരമെന്ന്. People call it the angel that comes angel of death in the afternoon. ഏറ്റവും ഒടുവിലെ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് സഭായോഗം അവസാനിക്കും. At the end, the benediction and meeting will end. സഭായോഗത്തിന്റെ ഫോർമുല പറഞ്ഞു തന്നില്ല. This is the format of the worship in Kerala. Praise the Lord. അതല്ല വിഷയം. No, that is not the issue. പുള്ളിക്കാരനെ മീൻപിടുത്തം നടക്കുകയാണെങ്കിൽ അവിടെ സഭായോഗം നടത്തിക്കൊണ്ടിരിക്കുക. So when he was catching fish, the church meeting was. അടുത്ത പുള്ളിയെ പറ്റി പറയാനാ ഞാനീ വന്നത്. I'm going to talk about the next. ഇവിടെ 10 മണിക്ക് ആരാധന പ്രാർത്ഥിച്ചു തുടങ്ങി. At 10 o'clock the meeting started. കുഞ്ഞാട് തിരുരക്തം എന്നുള്ള പാട്ട് പാടി തമ്പർ അടിച്ചു പൊട്ടിച്ചു വിട ആരാധനയാണ്. And they started singing the song that the blood of the ഈ മനുഷ്യന് മാത്രം ഒരു ഏകാഗ്രത കിട്ടുന്നില്ല. This guy is not getting any അവന്റെ മനസ്സിൽ എന്താ പറയുന്ന അറിയാമോ? What is it in his mind? എന്നാലും ആ തോമാച്ചൻ ഇപ്പം വലയിട്ട് കാണും. The Tolachan might have put the net there. 2 കിലോയുടെ ഒരു വാളയെങ്കിലും കയറി കാണും. At least a 2 kg fish should have. ശരിക്കും പറഞ്ഞാൽ സഭായോഗത്തിനകത്ത് ഇവൻ മീൻപിടുത്തം നടത്തിക്കൊണ്ടിരിക്കും. He was fishing inside the church. ഇവിടെ ആരും ഇല്ല. നിങ്ങളൊരു സ്തോത്രമൊക്കെ പറ. Praise the Lord, praise the Lord. അപ്പം അവൻ നിറവ് വ്യാപരിച്ചു കഴിഞ്ഞാൽ ഓടി സഭായോഗത്തിന് വരും. When there is a feeling, he will come to the church. രണ്ടാമതായി നിറവ് വ്യാപരിച്ചാൽ Then what happens? ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ തുള്ളി എന്ന് വരും. The one who experiences the presence of God. ഇടത്തും വലത്തും ഇരിക്കുന്ന ആളിനെ ഒന്നും അവർക്ക് വിഷയമല്ല. Right and left, it's not a concern for them. ആമേൻ. സാന്നിധ്യം വെളിപ്പെട്ടാൽ അവർ ആരാധിക്കും. When they experience the presence, they will worship the Lord. സാന്നിധ്യം വെളിപ്പെട്ടാൽ മൂന്നാമത്തെ പ്രത്യേകത, The third thing what happens is അവരുടെ ശബ്ദം പുറത്തു വരും. their voice will come out. അപ്പൊ ഇന്ന് മുതലേ വീട്ടിൽ ശബ്ദം കുറയ്ക്കണം. ആരാധനയ്ക്ക് എന്തോ ചെയ്യണം?
reduce your sound at home. In the church, you worship loud. ആമേൻ. നിറവ് വ്യാപരിച്ചാൽ അടുത്തതായിട്ട് എന്താ സംഭവിക്കും? 1:67 167, chapter 1, verse 67. അവന്റെ അപ്പനായ സെഖരിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിച്ച് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അപ്പം നിറവ് വ്യാപരിച്ചാൽ കൃപാവരങ്ങളിലേക്ക് അത് നയിക്കും. When filled with the Spirit, you will be led to the gifts of the Spirit. സെഖരിയ പ്രവചിക്കാൻ തുടങ്ങുക. Zechariah started prophecy. കഴിഞ്ഞ 10 മാസമായിട്ട് അവന്റെ നാവ് പൊങ്ങിയിട്ടില്ല. Since last 10 months, his tongue could not rise. അവിശ്വാസത്തിന്റെ ഫലമായിട്ട് അവൻ വിക്കനായി പോയതാ. Because of his unbelief, he became a stammering ആ spirit. സെഖരിയാവിന്റെ മേൽ ആത്മനിറവ് വ്യാപരിച്ചപ്പം Now, when the power of the Spirit came upon him, നാവിന്റെ കെട്ട് പൊട്ടി. the bondage of his tongue broke. അവൻ പ്രവചിക്കാൻ തുടങ്ങി. He started prophesying. ഇന്ന് പകൽ ചിലതിന്റെ നാവിന്റെ കെട്ട് പൊട്ടണം. The tongue should be loosened. ചിലര് പ്രവചിച്ചു തുടങ്ങട്ടെ. We must prophesy. പ്രവചിക്കട്ടെ. Prophecy. അന്യഭാഷയിൽ ആരാധിക്കട്ടെ. Worship in the tongue. ഓ സ്തുതിച്ച് ദൈവമക്കൾ ആരാധിക്കണം. Oh, we worship and praise him. Hallelujah. Lord, we worship you. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 4-ാം അധ്യായം Acts chapter 4, 7-ാമത്തെ വാക്യം എന്ന് വായിച്ചേ. മുടന്തനെ സൗഖ്യമാക്കിയ പത്രോസിനോടുള്ള ബന്ധത്തിൽ verse 7. ഇവർ അവരെ നടുവിൽ നിർത്തി ആ. ഏതു ശക്തി കൊണ്ടോ ഏതു നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. അപ്പോസ്തലന്മാരെ ചോദ്യം ചെയ്യുക. അടുത്ത വാക്യം. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. Peter അവരോട് filled with the പറഞ്ഞത്, Spirit. ആ ജനത്തിന്റെ പ്രമാണികളും മതി മൂപ്പന്മാരും മതി 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 മതി. സ്തോത്രം Hallelujah. സ്തോത്രം. ആത്മശക്തി വ്യാപരിച്ചാൽ When there is a filling of the Spirit, ഒരാത്മിക ബലം നിന്റെ മേൽ വ്യാപരിക്കും. you will have a spiritual strength upon you. Praise the Lord. അന്ധകാര ശക്തികൾ നിനക്ക് വിഷയമല്ല. All the dark forces is not a concern for you. അവരാണ് മുമ്പോട്ട് ഇറങ്ങേണ്ടുന്നത്. You have to come out. ഇന്ന് പകൽ ആത്മശക്തി ഇവിടെ വ്യാപരിച്ചോണം. Oh, this filling of the Spirit, the power of the നിന്നെ Spirit will ഭയപ്പെടുത്തുന്ന manifest ചില in you. ശക്തികൾ ഉണ്ടാകാം. Where may be something that is threatening you. വെല്ലുവിളിക്കുന്ന ശക്തികൾ There may ഉണ്ടാകാം. be something that is challenging you. പക്ഷെ ഇന്ന് പകൽ ആത്മാവിന്റെ ബലം ഏറ്റെടുക്ക. But you receive the power of the Spirit. എന്നെ ശക്തനാക്കുന്നവൻ The one മുഖാന്തരം who strengthens me because of ഞാൻ that. സകലത്തും മതിയാകുമെന്ന് വിളിച്ചു പറ. I'm able to do everything. You declare that. All things are possible for me because of the one who strengthens me. പുസ്തകപ്രവൃത്തി 7:55. Acts 7:55. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗ്ഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. കണ്ടോ സ്തെഫാനോസിനെ യഹൂദ പരീക്ഷയിൽ കല്ലുകൊണ്ട് എറിഞ്ഞ് താഴെയിടുക. Stephen was being stoned by the Jews. He was falling down. ശരീരത്തിൽ നിന്ന് മാംസകഷണങ്ങൾ ഇങ്ങനെ ചിതറി മാറുക. Then there we can see that his flesh is parted. രക്തം ധാരധാരയായിട്ട് ഒഴുകുക. The blood is flowing. ആ ഭക്തൻ മുട്ടുമടക്കി He kneeled down സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിയപ്പോൾ and he raised his eyes to the heaven. പിതാവിന്റെ വലത്തുഭാഗത്ത് പുത്രൻ തമ്പുരാൻ എഴുന്നേറ്റ് നിൽക്കുന്നു. He could see the Son God standing at the right hand of God. കാൽവറിയിൽ ശുശ്രൂഷ തികച്ചതിന് അനന്തരമായിട്ട് Because of completing the ministry on Calvary's cross, യേശു പിതാവിന്റെ വലത്തുഭാഗത്ത് പോയി ഇരുന്നതാണ്. Jesus Christ went and sat at the right hand of the Father. പക്ഷേ തന്റെ ശിഷ്യനാകുന്ന സ്തെഫാനോസിന്റെ കല്ലേറ് മരണത്തിൽ But at the time of the death of his servant Stephen, യേശു പിതാവിന്റെ വലത്തുഭാഗത്ത് എഴുന്നേറ്റ് നിന്നു. Jesus stood up at the right hand of the Father. ദൈവത്തിലെ Oh, dear child of God, പകൽക്കാലം ദൈവം ദൂത് പറയട്ടെ. the Holy Spirit tells you, നിന്റെ കഷ്ടതയുടെ ആഴത്തിന് മുമ്പിൽ ഇരിക്കുന്ന ഒരു ദൈവമല്ല, എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട്. in the depth of your affliction, you don't have a God who sits there, you have a God who rises up. നിന്നെ കൊണ്ട് വഹിക്കാൻ കഴിയത്തില്ല എന്ന് തമ്പുരാൻ തോന്നിക്കഴിയുമ്പോൾ When the Lord knows that it's unbearable for നിന്റെ you, വിഷയത്തിൽ ദൈവം ഇടപെടുമെന്ന് the Lord will intervene in your matter. വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞോണം. Oh, those who believe, praise the Lord. നിറവ് വ്യാപരിച്ചാൽ അസാധാരണ ദർശനങ്ങൾ കാണും. When there is a feeling of the Spirit, you see extraordinary visions. നിറവ് വ്യാപരിച്ചാൽ ഒന്നാമതായിട്ട് എന്തായിരുന്നു? What happens first? When there is a feeling of the Spirit, നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പറയാത്തോണ്ടാ. you know that. നിസാര കാര്യം പറഞ്ഞ് വീട്ടിൽ ഇരിക്കത്തില്ല, ഓടി എവിടെ വരും? You will not give it lame excuses and sit at home. Rather, you will run to attend meetings. ഞാൻ ചോദിക്കാം, ഓടി വരുമോ? Will you run in and come? നാരികത്തോട് സ്തോത്രമൊക്കെ പറ. Says, praise the Lord.
നിറവ് വ്യാപരിച്ചാൽ രണ്ടാമതായിട്ട് എന്താ സംഭവിക്കും? Secondly, what happens when there is a filling? ദൈവസാന്നിധ്യം ഉണ്ടായാൽ തുള്ളി എന്ന് വരും. You may be leaping and jumping there. മൂന്നാമതായിട്ട് എന്താ സംഭവിക്കും? Thirdly, what happens? ഉച്ചത്തിൽ എന്തോ ചെയ്യും? You may make a loud voice. നാലാമതായിട്ട് Fourthly, പ്രതിസന്ധികളെ അവരെ ഓവർകം ചെയ്യുന്ന ഒരു അസാധാരണ ധൈര്യം അവിടെ മേൽ വ്യാപരിക്കും. they will have an extraordinary courage that overcomes the opposition. അഞ്ചാമതായിട്ട് നമ്മൾ എന്താ വായിച്ചേ? Fifthly, ഇതുവരെ കാണാത്ത ദർശനങ്ങൾ അവർ കാണാൻ തുടങ്ങി. they are going to see visions which they never saw so far. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്കൊന്ന് ആരാധിച്ച് നിർത്താം. We're going to say one more and we're going to close in prayer. ഇത്രയും സൗണ്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ. Hallelujah. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി പുസ്തകത്തിലേക്ക് വരാം. Acts of Apostles, 13-ാം അധ്യായം chapter 13, 9-ാമത്തെ വാക്യമാണ് വായിക്കേണ്ടത്. verse 9 we are going to read. അപ്പോൾ പൗലോസ് എന്നും പേരുള്ള ശൗൽ. ബിജു ബ്രദർ ഒരു മിനിറ്റ് ഒന്ന് നിർത്തണമേ. ഞാൻ ആ പശ്ചാത്തലം ഒന്ന് വായിച്ച് പറഞ്ഞിട്ട് ഈ വാക്യം വിശദീകരിച്ച് നമ്മൾ ആരാധിക്കാൻ പോകുക. I want to tell you the context of that verse. പൗലോസിന്റെ ഒന്നാമത്തെ മിഷണറി യാത്രയിൽ This is the first missionary journey of Paul. പമ്പോസിൽ താനെത്തി. He reached this place called Pampos. അവിടുത്തെ ദേശാധിപതി പ്രസംഗം കേൾക്കാനായിട്ട് പൗലോസിനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു. The ruler of the place called him to the palace to listen to the sermon. പൗലോസ് പ്രസംഗിച്ചു വിടുന്നപ്പോൾ As Peter was preaching, അദ്ദേഹം വളരെ ആകാംക്ഷയോടെ മെസ്സേജ് ഇങ്ങനെ as കേട്ടുകൊണ്ടിരിക്കുന്നു. Paul was preaching, when he was listening very carefully to the word, കൊട്ടാരത്തിൽ ഒരു കള്ളപ്രവാചകനുണ്ട്. there was a false prophet in the palace. അദ്ദേഹത്തിന്റെ പേര് ബെറിയേശു എന്ന. His name was Bar Jesus. ബെർ എന്ന വാക്കിന്റെ അർത്ഥം മകൻ എന്ന. Bar means son. യേശുവിന്റെ മകൻ എന്ന പേര്. That means he's son of Jesus. പക്ഷേ പുള്ളി കള്ളപ്രവാചകൻ. But he's a false prophet. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി So he understood. കൊട്ടാരത്തിനകത്തെ പ്രവചനം നടത്തുന്ന പുള്ളിയാ. He was the one who was prophesying in the ചക്രവർത്തിയിൽ നിന്ന് palace. കാശ് മേടിച്ച് ഓടുന്ന പാർട്ടിയാ. So he used to get money from the ruler and run. അപ്പൊ പുള്ളിക്കാരന് മനസ്സിലായി So Paul understood. പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിനെ ഇദ്ദേഹം അക്സെപ്റ്റ് ചെയ്താൽ So the Bar Jesus understood that if എന്റെ പണി പോകും. this ruler accepts Jesus, then my work is gone. അതുകൊണ്ട് ഈ പ്രസംഗം കേൾക്കാതിരിക്കാൻ So that he will not listen to this. മന്ത്രശക്തിയാൽ ചക്രവർത്തിയുടെ മനസ്സിനെ തിരിച്ചുവിടാൻ ഇദ്ദേഹം പ്രവർത്തിക്കാൻ He തുടങ്ങി. used magic force to turn the mind of the proconsul. ഒരു ദൂത് പറയാനാ വരുന്നത്. I'm coming with the word. എല്ലാവരും ആത്മമണ്ഡലത്തിലോട്ട് കയറാൻ തയ്യാറായിക്കണം. Come, everybody be ready to enter into the പൗലോസ് spiritual. ഇത് വെളിപ്പാടിൽ കണ്ടു. Paul saw this with the revelation. ഇന്ന് പകൽക്കാലം നിറവുള്ളവൻ വെളിപ്പാട് ചിലത് കാണാൻ The പോവുക. one who has a feeling is going to see revelations. പൗലോസിന് മനസ്സിലായി ഇവൻ ദേശാധിപതിയുടെ ശ്രദ്ധ മാറ്റുക. Paul understood that this guy is diverting the proconsul's attention. ഇനി ആ വാക്യം വായിച്ചേട്ടെ. അപ്പോൾ പൗലോസ് എന്നും പേരുള്ള ശൗൽ ശൗൽ പരിശുദ്ധാത്മ പൂർണ്ണനായി കണ്ടോ, പരിശുദ്ധാത്മ പൂർണ്ണനായി He was filled with the Holy Spirit. അവനെ ഉറ്റുനോക്കി. അവനെ ഉറ്റുനോക്കി. Looked intently at him. ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, Yes. സർവ്വനീതിയുടെയും ശത്രുവേ, Yes. കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കുകയില്ലയോ? ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും. നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കുമെന്ന് പറഞ്ഞു. Hallelujah. ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവന്റെ മേൽ വീണു. കൈ പിടിച്ചു നടത്തുന്നവരെ തിരഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു. കണ്ടോ, ഇന്ന് പകൽ ദൂത് പറയാൻ പോവാ. Amen. എന്തിനാ ആത്മനിറവ്? Why the filling of the Spirit? നിന്റെ പ്രവർത്തന മേഖലകളിൽ, In your workplace, കുടുംബതലങ്ങളിൽ, in your family, ആമൻ തലമുറയോടുള്ള ബന്ധത്തിൽ, in the context of your children, ശുശ്രൂഷയോടുള്ള in ബന്ധത്തിൽ your ministry, ഇരുട്ടിന്റെ ശക്തികൾ തലപൊക്കുമ്പോൾ then the forces of darkness raise their heads. അതിരിടുന്നത് നിന്റെ മേൽ പകർന്ന ആത്മനിറവ്. The filling of the Spirit inside you will be able to limit it. ഇനി എല്ലാ ബൈബിളും മടക്കിക്കോ. You need to close your Bibles. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. Hallelujah. ഇന്ന് പകൽക്കാലം നിറവ് ദൈവം തരുന്നത്. This morning the Lord is giving you a filling നിന്റെ പ്രവർത്തന മേഖലകൾക്ക് വിരോധമായി against your workplace. പിശാച് പദ്ധതിയിടുന്ന ചില മേഖലകളെ That schemes that the devil had put in, ആത്മനിറവിൽ സഭ പൊളിക്കാൻ പോവുക. the church is going to demolish it in the power of the Spirit. എല്ലാവരും സ്തുതിച്ച് ആരാധിക്കണം. Let's worship the Lord. എല്ലാവരും ആരാധിച്ചു തുടങ്ങണം. Let us worship now. ഇന്ന് പകൽ ചേർന്ന് പറ, Together we say, പിശാചേ ഇത് നിന്റെ പകലല്ല, you devil, this is not your ഇത് morning. നിറവുള്ളവന്റെ പകലാ. This is the one of the fun. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ In the mighty name of Jesus. ഇന്ന് പകൽക്കാലം This night ഒരു വിടുതൽ നടക്കട്ടെ. there is a deliverance, there is a breakthrough. ശമരദലവസേ. Ribarigandalabariga shandala dugabarigasya. Ribariga tulagabaga shandala badigabarigasya. Iragadarabaga shandala badikamanasya.
ശ്രദ്ധിക്കണമേ. All stand up. എല്ലാവർക്കും എഴുന്നേക്കാം. Every stand up, please. Hallelujah. യേശു പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗ്ഗത്തിലും The Lord കെട്ടപ്പെടും. Jesus said, what you bind on earth will be bound in heaven. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ സ്വർഗ്ഗത്തിലും അഴിഞ്ഞിരിക്കും. What you undo in earth will be undone in heaven as well. രണ്ട് അധികാരങ്ങൾ ഇന്ന് പകൽ കർത്താവ് കൈമാറാൻ The പോകും. Lord is going to give you two authorities. ഒന്ന് ചിലത് കെട്ടുക, One is to receive, to bind, രണ്ട് ചിലത് അഴിക്കുക. to untie some. എല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്ന ഭാഗമാണ്. You need to pay attention. ഒരു കൈമാറ്റത്തിന്റെ അധികാരം ഇന്ന് പകൽ വെളിപ്പെടാൻ പോവുക. There is an impartation of a power that is going to happen this day. അധികാരത്തിന്റെ കൈമാറ്റം. This is going to be an impartation of power. ഒന്ന് ചിലത് കെട്ടാൻ, To bind, രണ്ട് ചിലത് to അഴിക്കാൻ. loosen. എന്താ കെട്ടാൻ പോകുന്നത്? What are you going to bind? 2024 In 2024, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, in your personal life, കുടുംബ ജീവിതത്തിൽ, in your family life, തലമുറയിൽ, in your children, ശുശ്രൂഷയിൽ, in your ministry, ഭൗതിക ആത്മീയ മണ്ഡലങ്ങളിൽ in your spiritual and financial needs, വെളിപ്പെടേണ്ട ചില വാഗ്ദത്തങ്ങളെ there were certain promises that had to be പിശാച്, revealed. But the enemy, ഇരുട്ടിന്റെ ശക്തികൾ ഉപയോഗിച്ച് the forces of darkness he used, കെട്ടിയെങ്കിൽ he bound it. ഇന്ന് പകൽക്കാലം, This morning, ഇന്ന് പകൽക്കാലം, this day, ആമേൻ 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 ആമേൻ, മന്ത്രവാദ ശക്തികളാൽ, whatever magic forces, ആഭിചാര ശക്തികളാൽ, what are sorcery forces, ദൈവമക്കൾക്കെതിരെ തൊടുത്തുവിട്ട whatever was first sent against അതുട്ട the children of God, വ്യാപാരത്തെ all that evil force, സഭ ഇന്ന് പകൽ പിടിച്ചു കെട്ടുകയാ. the church is binding it right now. രണ്ട് ചില അഴിച്ചുവിടാൻ പോകുകയാ. The Lord is going to untie some. നിന്റെ കൂടാരത്തിൽ വെളിപ്പെടേണ്ട ചില വിടുതൽ What the deliverance that need to be done, ശത്രു കെട്ടിവെച്ചെങ്കിൽ that appear in your യേശുവിന്റെ നാമത്തിൽ devil has binded. ഇന്ന് പകൽ അഴിച്ചുവിടുക. In the name of Jesus, we loosen. കരമടിച്ച് കരമടിച്ച് We loosen a breakthrough. In the name of Jesus. In the name of Jesus. Om the proudamana dibalkane vidamana saidadalega turadaga vedam proudam janagadalega turadaga samtare shamani digalkanadaga achara malgana vidagadalega dalaga samtare proudamana turadaga. എല്ലാ കരങ്ങളും കർത്താവിന് സല്ലു ഉയർത്തി ഒരു കർത്താവിന് നല്ല ഹല്ലേലൂയ പറയാമോ? Hallelujah. എല്ലാവർക്കും ഒരു നിമിഷം ഇരിക്കാം, തലകളെ വണക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. Let's bow our heads and pray. ഇന്ന് പകലിത്രത്തോളം ദൈവത്തിന്റെ സാന്നിധ്യം നാം അനുഭവിച്ചറിഞ്ഞു. We've been experiencing God's presence. നിറവ് വ്യാപരിക്കുമ്പോൾ എന്തെല്ലാം സംഭവിക്കുമെന്ന് തിരുവചനത്തിലൂടെ നമുക്ക് We കേൾപ്പാനിടയായി. heard from the word of God what happens when we have ഈ the filling of the ദൈവസങ്ങൾ Spirit. ദൈവം നമ്മെ The നിറച്ചുകൊണ്ടിരിക്കുകയാണ്. Lord is filling us. കഴിഞ്ഞ